അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതെന്ന് എല്ലാവരും പരസ്പരം പറഞ്ഞു. എന്നിട്ടവര് കാത്തിരുന്നു. എന്ത് വിഷയമാണ് പ്രവാചകർ ഊന്നൽ നൽകി പറയുന്നത് എന്നറിയാൻ പ്രിയപ്പെട്ട സ്വഹാബികൾ കാത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രഭാഷണം തുടങ്ങി. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് ആ മിമ്പറുടെ ഖുത്ബയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ പറഞ്ഞു കൊടുത്തതിൽ സഹാബത്തിന്റെ മനസ്സ് പൊട്ടിപ്പോയ, സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയ സഹാബികളാ പള്ളിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മിഹ്റാബിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ ഒരു പ്രധാനമായ ഭാഗം അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമത്തെ ഖുത്ബയിൽ അവതരിപ്പിക്കുകയാ. മദീനക്കകത്ത് തടിച്ചുകൂടിയ പാവപ്പെട്ട സ്വഹാബികളെല്ലാം തേങ്ങലടക്കി പിടിക്കുകയാണ്. സ്വഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എന്താണ് ആ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മനസ്സ് പൊട്ടി തകർത്തുകൊണ്ട് പ്രവാചകർ പറഞ്ഞ വാക്കെന്തറിയോ? എന്റെ മനോഹരമായ ചെറുപ്പുളശ്ശേരിയുടെ ശംസുൽ ഉലമാ ഇസ്ലാമിക് ഫൗണ്ടേഷന്റെ മനോഹരമായ സ്വർഗീയാരാമത്തിൽ പറവകളെ പോലെ പറന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹാബത്തിന്റെ മനസ്സിന് കനൽ കെട്ടകൂരിയിട്ടുകൊണ്ട് പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട പ്രഭാഷണത്തിന്റെ സമാപന ഭാഗം എന്തെന്നറിയോ? ഫമനിസ്തതാഅ യഖിയ വജ്ഹഹു മിനന്നാർ. അല്ലാഹുവിന്റെ നരകം അപാരമാണ് സ്വഹാബത്തെ. അല്ലാഹുവിന്റെ നരകം ഭയാനകരമാണ് സ്വഹാബത്തെ. അത് കത്തിച്ചു തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ അതിന്റെ ഒരൽപ്പം തീ പോലും കെട്ടുപോയിട്ടില്ല. ആളി കത്തിക്കൊണ്ടിരിക്കുന്ന നരകാഗ്നിയുണ്ടല്ലോ, അത് മനുഷ്യരെ തിന്നാൻ വേണ്ടി വാതിറന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാ. മനുഷ്യരെ കിട്ടുന്നത് വരെ വിശന്നുകൊണ്ട് ആ നരകം ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാ സ്വഹാബത്തെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ മുഖത്തെ രക്ഷപ്പെടുത്താൻ ഒരവസരം കിട്ടിയാൽ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടിയാൽ, ആ കത്തിക്കാളുന്ന നരകത്തിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾ പാഴാക്കി കളയല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ. ഒരു യതീമോ വിധവയോ ഒരു പാവപ്പെട്ടവനോ ഒരു വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്ത പട്ടിണിക്കാരനോ വന്ന് നിന്റെ വീടിന്റെ മുമ്പ് വന്ന് കൈനീട്ടിയിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോ ഒരു കാരക്കയുടെ കീറെടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബത്തെ ഉപയോഗപ്പെടുത്തുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ചാൻസ് പോലും നിങ്ങൾ പാഴാക്കി കളയല്ലേ. നരകത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്ന ഒരു അവസരം പോലും നിങ്ങൾ ദുരുപയോഗപ്പെടുത്തല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ എന്തിനാണ് സ്വഹാബികളെ കരനിരം എന്റെ ചെറുപ്പുളശ്ശേരിയിൽ വന്നവര് ചിന്തിക്കുകയാ. അവര് കരനിരം തരുന്നറിയോ? രാവും പകലുമില്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നൊരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ മതിയാവൂലേ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും വിളിച്ചാലും വരാ സജ്ജരായി തയ്യാറായി അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഇറങ്ങി ഓടുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഖിദ്മത്തല്ലേ റസൂലേ? അല്ലാഹുവിന്റെ റസൂലേ പാതിരാ സമയത്ത് വീട്ടിന്റെ അകത്ത് എല്ലാവരും സുഖലോലുപരായി കിടന്നിറങ്ങുമ്പോ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന കണ്ണീര് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂലേ നബിയേ? ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടും പോരെന്നാണോ? ഞങ്ങൾ എത്രയും ചെയ്തിട്ടും മതിയായിട്ടില്ലെന്നാണോ? അല്ലാഹുവിന്റെ റസൂലേ ഇനിയും ഒരു അവസരത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമെന്നാണോ പ്രവാചകർ പറഞ്ഞു വരുന്നത് എന്ന ഒരു നീറുന്ന ചിന്തയാണ് പ്രിയപ്പെട്ട സഹാബത്തിനെ കരയിപ്പിച്ചതെങ്കിൽ നിങ്ങൾക്ക് പേടി വരാത്തരെന്താ? നിന്റെ വീടിന്റെ മുമ്പിൽ യതീംഖാനയിൽ നിന്ന് കൊണ്ടുവരുന്ന കലണ്ടറിന് 10 രൂപ കൊടുത്തിട്ട് ആ യതീമാര കുട്ടിയുടെ ദുആ കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന ചെറുപ്പുളശ്ശേരിയിൽ എന്റെ മടയായ പെണ്ണേ, നിന്റെ വീട്ടിന്റെ അകത്തിരുന്നൊരു യതീമിന്റെ കല്യാണത്തിന് പോയിട്ട് ഒരു 1000 രൂപ പൊരിഞ്ഞൊരു 500 രൂപ പൊരിഞ്ഞൊരു പാവപ്പെട്ട യതീമിന്റെ കല്യാണത്തിന് കൊടുക്കുമ്പോ പള്ളിയിലെ ഉസ്താദ് പ്രസംഗിച്ചതുപോലെ ഈ ഒരു സ്വതക്ക കൊണ്ട് എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് കരുതിപ്പോയ പെങ്ങളെ,
വല്ലപ്പോഴും നിന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന അലമാറയുടെ അകത്തളപ്പിടിക്ക് വെച്ചിരിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ എടുത്തു വെച്ചിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു രണ്ടായത്തോതിയത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയ പെണ്ണേ, നമുക്ക് കരച്ചിൽ വരാത്തത് ആരോ നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ടാ. നമ്മൾ നരകത്തിൽ പോകൂല ആരോ ഉറപ്പ് തന്നതുകൊണ്ടാ. നമ്മൾ നരകത്തിലെല്ലാം ആരോ നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ടാ. ആ ഉറപ്പ് തരുന്നത് ശൈത്താനാണ്. പ്രിയപ്പെട്ട മുഅ്മിനേ, ആ ഉറപ്പ് തരുന്നത് ശൈത്താനാണ്. നിന്റെ ഇബാദത്ത് പൊളിച്ചെടുക്കാനാണ്, നിന്റെ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കാനാണ്, നിന്റെ പുണ്യങ്ങളെ കൊല നടത്താനാണ് പിശാച് ആ ചിന്ത നിനക്കിട്ട് തരുന്നത്. ആ ചിന്ത വേണ്ട ചെറുപ്പുളശ്ശേരിക്കാരാ, ആ ചിന്ത നമുക്ക് വേണ്ട പെങ്ങളെ, ആ ചിന്ത നമുക്ക് വേണ്ട പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഭയന്നു പോയാ, എന്തിനേറെ അല്ലാഹുവിന്റെ മാലാഖമാര് പോലും അത്ഭുതപ്പെട്ടു പോയി കാവൽ ചോദിച്ചു പോയ ആ നരകത്തെ നമ്മളൊന്ന് മറന്നുപോയില്ലേ? ആ നരകത്തെ കുറിച്ച് കാവൽ ചോദിക്കുന്ന ജീവിതത്തിന്റെ വിശ്വാസിയുടെ അന്തരീക്ഷങ്ങൾ ഏതോ പാശ്ചാത്യ ലോകം കവർന്നുകൊണ്ടുപോയില്ലേ? പണ്ട് പട്ടാമ്പിയിലും ചെറുപ്പുളശ്ശേരിയിലും പൊട്ടച്ചിറയിലും പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും വല്ലപ്പുഴയിലുമല്ല പാവപ്പെട്ട ചെറ്റക്കൂരയ്ക്കകത്ത് രാത്രിയിൽ വിളക്ക് കെടുത്തിയിട്ട് ഉറങ്ങാൻ പോകുന്ന ഉമ്മ തലയിണയിലും മുഖമിങ്ങനെ അമർത്തി വെച്ചിട്ട് കിടക്കുമ്പോ ആ ഉമ്മ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. റബ്ബേ, നിന്റെ സ്വർഗത്തിന് എനിക്ക് യോഗ്യതയില്ല അല്ലാ. എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന കണ്ണീരിന്റെ ഉമ്മമാര് പ്രസവിച്ച എന്റെ പട്ടാമ്പിയിലെ ചെറുപ്പുളശ്ശേരിയിലെ മക്കളെ, പൊന്നാനി സ്കൂളിന്റെ മുമ്പിൽ അഴിഞ്ഞാടിപ്പോയ മുസ്ലിം പെൺകുട്ടിയെ പോലെ തലശ്ശേരിയിലും മാഹിയിലും കൂത്തുപറമ്പിലും കോഴിക്കോട് കർണാടകയിലും മംഗലാപുരത്തും കാസർഗോഡും കണ്ണൂരുമില്ല ഫേസ്ബുക്കിലൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. ഞാനൊരു മുസ്ലിം ആണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ചിലപ്പോ ഞാൻ പൊട്ടുതൊടും, ചിലപ്പോ ഞാൻ കുറിയിടും, ചിലപ്പോ ഞാൻ മാറു തുറന്ന് കാണിക്കും, ചിലപ്പോ ഞാൻ കണ്ടവന്റെ കൂടെ ആഹ്ലാദിക്കും, ചിലപ്പോ ഞാൻ കണ്ടവന്റെ കൂടെ വേശിയായി തുറന്നതുള്ളും, ചിലപ്പോൾ ഞാൻ പൂരപ്പറമ്പിൽ പോകും, ചിലപ്പോ ഞാൻ ആനപ്പുറത്ത് കയറും, ചിലപ്പോ ഞാൻ കുതിരയെ പോലെ ചാടുമെന്നല്ല. 16, 17, 18 വയസ്സായ പെമ്മക്കള് അഭിമാനത്തോടെ രോമാഞ്ചം കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളംബരം നടത്തുമ്പോ എന്റെ ഉമ്മ, ആ ഭയം നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാ നടക്കുമ്പോ നെറ്റോണാക്കിയിട്ട് മൊബൈലിലൂടെ വിരലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിന്റെ കാമകേളി കണ്ടുകൊണ്ട് ഖബറടക്കം ചെയ്തിരിക്കുന്ന മയ്യത്തിന്റെ മീസാങ്കലിൽ ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തിന് പടച്ചതമ്പുരാനെ കോമാളിത്തരത്തിലൂടെ പരിചയപ്പെടുന്ന അല്ലാഹുവിനെ കൊഞ്ഞനം കുത്തുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭയം നിനക്ക് എവിടെ പോയി പൊന്നുപോലെ? ഖുർആൻ എടുത്തു വെച്ച് പൊട്ടിക്കരന്നിരുന്ന പഴയകാലത്തെ ഉമ്മമാരുടെ വാപ്പമാരുടെ കണ്ണീര് നീ മറന്നുപോയോ ചെറുപ്പക്കാരാ? പള്ളിക്കകത്ത് കടന്നിരുന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാർ ഉപ്പമാര് അല്ലാഹുവേ പാതിരാ സമയത്ത് നിലവിളിച്ച് കരന്നിരുന്ന പാതിരാവിന്റെ തൗബയുടെ നിലവിളിയുടെ കണ്ണീരിന്റെ പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ ആത്മീയമായ സുഖരസങ്ങൾ എവിടെ പോയി അവസാനിച്ചു ചെറുപ്പക്കാരാ? അതിനെ മടക്കിക്കൊണ്ടുവരണം മോനെ, അതിനെ മടക്കിക്കൊണ്ടുവരണം മോനെ. എത്ര നേർച്ചകൾ നടന്നാലും, എത്ര പൂരങ്ങൾ നടന്നാലും, എത്ര എഴുന്നള്ളിപ്പ് നടന്നാലും, എന്തൊക്കെ കൊണ്ടാടിയാലും കാരാഗ്രഹത്തിന്റെ അകത്തള പിളച്ചിടപ്പെട്ടവന്റെ മനസ്സുപോലെ എന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് ഈമാനിന്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്താ ഞാൻ സമ്മതിക്കൂല എന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തീരുമാനമെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ ലോകം അവസാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യർ ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുന്ന ഭയാനകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അവിടെ കൊണ്ടുവരുന്ന നരകത്തെ കുറിച്ച് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ആരംഭ റസൂൽ അത്ഭുതത്തോടെ അതിശയത്തോടെ കൗതുകത്തോടെ കേട്ടിരിക്കുകയാണ്. മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ.
അല്ലാഹു കൊണ്ട് ഖുർആൻ പറഞ്ഞതാ, ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരുന്ന ഭയാനകരമായ രംഗമുണ്ടല്ലോ. പൊട്ടച്ചിറ അൻവരിയാർ അറബി കോളേജിന്റെ വിരുമാറിൽ മടങ്ങാൻ നമുക്ക് തറവാട്ടിലേക്ക് എന്ന മനോഹരമായ വിഷയം 2 ദിവസം കേട്ടുപോലെ എന്റെ ചെറുപ്പളശ്ശേരിക്കാരാ, ഖബറിന്റെ അകത്ത് വരുന്ന ഭയാനകരമായ ഭീമാകാരമായ ഭയവിഹുരമായ രംഗങ്ങളെ കുറിച്ച് അത്ഭുതത്തോടെ കേട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, ആ ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരുന്ന ഭയാനകരമായ മറ്റൊരു രംഗമുണ്ടല്ലോ. ആ രംഗമുണ്ടല്ലോ, 3000ഓളം വർഷം തെമ്മാടികളായ മനുഷ്യരുടെ മുതുകത്തും മുഖത്തും ചാട്ടവാറും ഇരുമ്പിന്റെ ദണ്ടുകളും കൊണ്ട് അടിച്ചടിച്ചടിച്ച് വലിച്ചിടച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ്. ആ സമയത്താണ് അവൻ പറയുന്നത്, ഹാറാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. പ്രവാചകന്മാര് പറഞ്ഞ, അല്ലാഹു വാഗ്ദാനം ചെയ്ത മുന്നറിയിപ്പ് തന്ന മഹ്ശറാ ലോകമാണ്. എന്റെ ചെറുപ്പക്കാരാ, വിശ്വസിക്കണം മോനെ, കഞ്ചാവ് ശിരസിലൂടെ യാത്ര ചെയ്യുമ്പോ മറന്നു പോകും നീ പരലോകത്തെ. കള്ളിന്റെ സുഖരസങ്ങൾ ഞരമ്പിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ വിധി ന്യായത്തിന്റെ കോടതിയുടെ അവസ്ഥയെ മറന്നുപോകും ചെറുപ്പക്കാരാ. എന്റെ പൊന്നുമോനെ, ആ ചിന്തയ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരിക. എത്രയോ ചെറുപ്പക്കാര് മരിച്ചുപോയടാ, എത്രയോ സഹോദരങ്ങൾ മരിച്ചുപോയടാ, എത്രയോ കൂട്ടുകാര് നമ്മളോട് യാത്ര പറഞ്ഞു പോയി മോനെ. 16, 17, 18 വയസ്സ് പോലും എത്താത്തവര്, 20, 25, 30 വയസ്സിൽ കിടക്കാത്തവര്, കല്യാണം കഴിഞ്ഞ് തന്റെ പ്രിയതമയെ ഒന്ന് ഒരു നോക്ക് കണ്ട് ആസ്വദിച്ചു കൊതി തീരുന്നതിന് മുമ്പ് കൊണ്ടുപോയ അല്ലാഹുവേ, ജീവിതത്തിന്റെ സുഖരസങ്ങളൊന്നും അനുഭവിക്കാ സമയം കിട്ടാറ് അല്ലാഹു കൊണ്ടുപോരെ എത്രയോ 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 ചെറുപ്പക്കാരാണ്. ഇന്ന് എരമംഗലത്തുള്ള മുത്തു എന്ന് പറയുന്ന സഹോദരന് ക്യാൻസർ ബാധിച്ചിട്ട് വെല്ലൂരുള്ള CMC ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ കൊണ്ടിറങ്ങുകയാണ്. ഈ സരസിലേക്ക് കയറുന്നതിന് 1 മണിക്കൂർ മുമ്പ് എന്നെ ഫോണിലൂടെ വിളിച്ചതാ, ഉസ്താദേ ഞങ്ങളൊന്ന് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ കൂട്ടുകാരന്, നിങ്ങൾ ദുആരക്കണേ. ഫോണൊന്നും അവന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞപ്പോ, വേറൊന്നും വേണ്ട ഉസ്താദേ, എന്റെ കൂട്ടുകാരുണ്ട് പണം ചിലവഴിക്കാൻ, എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ ആളുകളുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണേ. 5 നേരത്തെ ഉസ്താദിന്റെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയില് ആയിരക്കണക്കിന് നിങ്ങളെ പോലെ പാവപ്പെട്ടവര് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണം പോലും മാറ്റാറ് കിട്ടിയ പൈസ കൊണ്ട് വണ്ടിക്കൂലി കൊടുത്തിട്ട് ഓടിയെത്തുന്ന ഇതുപോലെ സ്വർഗീയാരാമത്തില് വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരന്ന് ആമീൻ പറയുന്ന സരസില് എനിക്ക് ദുആരക്കണേ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബക്കാരുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര നല്ല ആരോഗ്യമുണ്ടായിരുന്ന ചെറുപ്പക്കാരനാ, എത്ര നല്ല സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നവനാ. എന്റെ സഹോദരാ ചിന്തിക്കുക, എന്റെ പെങ്ങളെ ചിന്തിക്കുക. 1 സെക്കൻഡ് കൊണ്ട് മാറി മറിയുന്ന ജീവിതം എന്ന് പറയുന്ന മാസ്മരികമായ മനം മയക്കുന്ന മധുരത്തിൽ മയങ്ങിപ്പോകല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് ദുനിയാ ഹുൽവത്തുൻ ഹളറ, പച്ച പിടിച്ചതാണ്, മധുരമുള്ളതാണ്, രസമുള്ളതാണ്, സുഖമുള്ളതാണ്. പക്ഷേ അതിന്റെ പിന്നാലെ നടന്ന് നടന്ന് ഒറ്റക്ക് നീ കിടക്കേണ്ടുന്ന ഖബർ, അവിടെ നിന്ന് അനുഭവിക്കേണ്ടുന്ന നരകവും നീ മറന്നു പോവല്ലേ. ജിബ്രീൽ വന്നു പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഖബറിന്റെ അകത്ത് നിന്ന് മനുഷ്യരെല്ലാം എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടു നിർത്തുമ്പോ, സുബ്ഹാനല്ലാഹ്, അവിടെ മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒന്നാമത്തെ രംഗമേതെന്നറിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ സബാനിയത്തിന്റെ മലക്കുകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ വലിച്ചെടച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് വരും നബിയേ. നമ്മുടെ ഈ കണ്ണുകൊണ്ടത് കാണണം ഉമ്മ, നമ്മുടെ ഈ കണ്ണുകൊണ്ടത് കാണണം ചെറുപ്പക്കാരാ. അൽമറബ്ദ മിൻ സബീൽ, എവിടെയാണൊന്ന് രക്ഷപ്പെടുക, എങ്ങനാണൊന്ന് രക്ഷപ്പെടുക, എങ്ങനാണൊന്ന് കരകയറുക എന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യരതാ നെഞ്ചത്തടിക്കുകയാണ്. ഞങ്ങൾക്ക് കാണാ കഴിയണില്ല അല്ലാ, അതിനുള്ള കെൽപ്പില്ല അല്ലോ.
70,000 മലക്കുകൾ, 70,000 ഓരോ മലക്കിന്റെ കയ്യിലും 70,000 ചങ്ങലയിട്ടിട്ട് അല്ലാഹുവേ നരകത്തിന്റെ ഓരോ ഭാഗത്ത് വലിച്ചടച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു ചങ്ങലക്കണ്ണിയുണ്ടല്ലോ, ദുനിയാവിന്റെ മുഴുവൻ ഇരുമ്പും ഒരുമിച്ച് കൂട്ടിയാ പോലും ആ നരകത്തിന്റെ വലിച്ചടച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലക്കണ്ണിയുടെ ഒരു ഭാഗത്ത് പോലും എത്തുകയില്ലെന്ന് മുത്ത് റസൂല് പറഞ്ഞു കൊടുക്കുമ്പോ അത്ര ഭയാനകരമായ, അത്ര ഭീതിജനകമായ, അത്ര ഭയവിഹുലമായ, അത്ര ഭയം നിലവിളിച്ചു പൊട്ടിക്കരഞ്ഞു പോകുമാറ് ആ ഭീകരമായ രൂപത്തിലൂടെ നരകത്തിന്റെ ഒരു ഭാഗത്ത് വലിച്ചഴച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, ആ നരകത്തിൽ ഒരുപാട് രംഗമുണ്ട് നബിയേ. വ്യഭിചാരികൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന രംഗം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ. കള്ളുകുടിയന്മാര് കത്തിച്ചാരമാകുന്ന രംഗം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ. നരകത്തിന്റെ ഭയാനകരമായ രംഗത്തെ ജിബ്രീൽ വിശദീകരിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജിബ്രീലേ, ജിബ്രീലേ, മദീ ജിബ്രീൽ, എനിക്ക് കേൾക്കാൻ കഴിയണില്ല ജിബ്രീലേ, എന്റെ ഉമ്മത്തിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ജിബ്രീലേ. നിസ്കാരത്തെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, വസ്ത്രധാരണത്തെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, പലിശക്കെതിരെ, കള്ളിനെതിരെ, വ്യഭിചാരത്തിനെതിരെ ഭയാനകരമായ ഖുർആനിന്റെ മുന്നറിയിപ്പ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് അവര് നരകത്തിൽ ചെന്ന് പതിക്കുന്ന വിറക് കൊള്ളി കഷണങ്ങളായി പോകാതിരിക്കാനാണ് ജിബ്രീൽ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജിബ്രീൽ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരും നരകത്തിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കത്തിക്കരിയുന്നത് കാണാ എനിക്ക് കഴിയില്ല ജിബ്രീൽ. ഭയാനകരമായ രംഗത്ത് നീ വിശദീകരിക്കുന്നത് കേട്ടിരിക്കാൻ പോലും എനിക്ക് കഴിയണില്ലെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരന്നിട്ട് ജിബ്രീലിന്റെ മുഖത്ത് നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കരയുകയാണ്. ആരംഭ റസൂല് ചോദിച്ചു, ജിബ്രീലേ, നീ കരയുന്നതെന്തിനാണ്? നീ ആരാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ 10 മലക്കുകളിൽ ഒന്നാമനല്ലേ ജിബ്രീൽ. ഒരുപാട് അനുഗ്രഹം അല്ലാഹു തന്ന, ഒരുപാട് സ്ഥാനം അല്ലാഹു തന്ന, ഒരുപാട് ബറക്കത്ത് അല്ലാഹു തന്ന, ഒരുപാട് സൗഭാഗ്യം അല്ലാഹു തന്ന ജിബ്രീൽ, നീ എന്തിനാണ് കരയുന്നത് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെക്കാളും നല്ല മലക്കായിരുന്നു അസാസീൽ, എന്നെക്കാളും സ്വർഗത്തിൽ സ്ഥാനമുള്ള മലക്കായിരുന്നു അസാസീൽ. പക്ഷേ അല്ലാഹു അസാസീലിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ? ഇന്നവന് ശൈത്താനല്ലേ, ഇന്നവൻ ഇബ്ലീസല്ലേ, ഇന്നവന് പിശാചല്ലേ? അസാസീലിനെ പിശാചാക്കിയിട്ട് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമ്പോ ആരാണ് പടച്ചവനെ ചോദ്യം ചെയ്യാൻ നബിയേ? ഇന്നു മുതൽ ജിബ്രീൽ നരകത്തിൽ കിടക്കട്ടെ എന്നല്ല പറഞ്ഞാൽ അങ്ങേക്ക് പരാതി പറയാൻ പറ്റുമോ നബിയേ? ആർക്കെങ്കിലും ചെന്ന് പടച്ചവനോട് പറയാൻ പറ്റുമോ? നമ്മുടെ ജിബ്രീലല്ലേ, അതുകൊണ്ട് നരകത്തിൽ എറിയല്ലേ എന്ന് പടച്ചവനോട് പറയാൻ ആർക്കാണ് പറ്റുക? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമല്ലോ നബിയേ. ഈ ജിബ്രീൽ നരകത്തിലേക്ക് എറിയപ്പെടട്ടെ എന്നല്ല കൽപ്പിച്ച തടയാൻ ആരാണുള്ളത് നബിയേ? തടയാൻ ആരാവുള്ളത് നബിയേ? അതുകൊണ്ട് എനിക്കും പേടിയാ നബിയേ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പൂർണ്ണമായും ഉറപ്പ് കിട്ടുന്നത് വരെ സമാധാനം എനിക്കുമില്ല എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ട് കാവലോടിച്ച നരകമുണ്ടല്ലോ, ലാ യംസദു ഖൽബി ഫഅമൂത്. ഇനി നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല, എന്റെ കൽബിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ മുത്തുനബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പുളശ്ശേരിയിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ശരീരമല്ല റസൂലുള്ളാഹുടേത്. ചെറുപ്പുളശ്ശേരിയിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ കട്ടിയല്ല മുത്തു ഹബീബിൻ്റെത്. അത്രത്തോളമുള്ള മുത്ത് റസൂൽ പറയുന്നു, കഴിയുന്നില്ല
എന്റെ കൽബ് പോലും പൊട്ടിപ്പോകുമെന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞ് കാവലിനെ ചോദിച്ച നരകമുണ്ടല്ലോ, ജിബ്രീൽ കാവലിനെ ചോദിച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ ചോദിച്ച നരകമുണ്ടല്ലോ. എവിടെ എവിടെ ചെറുപ്പക്കാരാ? ഇന്നാ പേടി നമുക്കെവിടെ? ഇന്നാ ഭയം നമുക്കെവിടെ? ഇന്നാ കണ്ണീര് നമുക്കെവിടെ? ഇന്നാ ഖൗഫ് നമുക്കെവിടെ? അത് തിരിച്ചു കൊണ്ടുവരാൻ ആരൊക്കെ എങ്ങനെയാണ് നരകത്തെ തൊട്ട് കാവലിനെ ചോദിച്ചത് എന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് ആ പഠനം മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു ചെറിയ പരിശ്രമം നമ്മൾ നടത്തണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങൾക്ക് ആശങ്കയൊന്നും വന്നു പോകേണ്ട. ഒറ്റ ദിവസത്തെ വാതുകൊണ്ട് ഇവിടെ ഒരു വലിയ സ്ഥാപനത്തിനുള്ള പിരിവൊക്കെ നടക്കുമ്പോൾ ഈ വിഷയം എങ്ങനെ പറഞ്ഞു തീർക്കുമെന്ന ആശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ട. എൻ്റെ സഹോദരങ്ങളോട് പറയുന്നു, വാത് നടക്കണം, പിരിവൊക്കെ നടക്കണം. അത് ഇതിൻ്റെ ഇടയിൽ നിങ്ങളറിയാതെ തന്നെ, വാതറിയാതെ തന്നെ അത് നടന്നോളും. കാരണം അതിന് പേരിട്ടിരിക്കുന്നത് ശംസുൽ ഉലമ എന്നാണ്. പിന്നെ ആശങ്കപ്പെടാനും ഭയപ്പെടാനും പേടിക്കാനൊന്നുമില്ല. അതങ്ങനെ നടക്കും. അത് നടത്താൻ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ ഉപകാരത്തിലാകുമെങ്കിൽ അത്രയും ഹൈറ്. ഇല്ലെങ്കിൽ നമുക്കതിനുള്ള തൗഫീക്കില്ല അല്ലേ? ഇപ്പം തന്നെ 120-ലധികം പെൺകുട്ടികൾ ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്, വന്നു പഠിച്ചു പോവാണ്. എത്ര അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. അതിനൊക്കെ ഇതിൻ്റെ പ്രവർത്തകർക്ക് അള്ളാഹു നല്ല പ്രതിഫലം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിലിപ്പോൾ ഒരു ചെറിയ 2 റൂമുള്ള അൽബിർ എന്ന് പറയുന്ന സംസ്ഥയുടെ സ്കൂൾ തുടങ്ങാൻ വേണ്ടി ഞാൻ കിടന്ന് പെടാപ്പാട് വിടാണ്, നെട്ടോട്ടമോടുകയാണ്. എൻ്റെ നാട്ടിലെ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ വലിയ ഭാഗ്യം ചെന്നവരാണ്. ഇത്രയും കുട്ടികൾക്ക് ഇവിടെ വാടക കെട്ടിടത്തിലാണെങ്കിലും പഠിക്കാൻ കഴിയുന്നുണ്ട്. 50 സെൻറ്റ് വസ്തു ഇതിനകം തന്നെ വാങ്ങിക്കഴിഞ്ഞു. ചെറിയ കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് നമ്മുടെ മക്കളെ അവരെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാമല്ലോ. പെണ്ണും ആണും ഒക്കെ, ഉദവിയാകട്ടെ, ഫൈസിയാകട്ടെ, ദാരിമിയാകട്ടെ, വാഫിയാകട്ടെ, വഫിയാകട്ടെ, എന്ത് തകരാറ് വന്നു പഠിച്ചവർക്ക്? നല്ല ഉന്നതമായ നേട്ടമല്ലേ, നല്ല ഹൈറല്ലേ. ഇപ്പം അൻവരി അറബി കോളേജാകട്ടെ, നല്ല വിശാലമായ ഇൽമിൻ്റെ ഒരു വലിയ ബഹറ എവിടെയും വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം ധൈര്യമായിട്ട് ഞങ്ങൾക്ക് കൊണ്ടാക്കാം. പിന്നെ അവിടെ പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്താ പ്രശ്നം, എന്താ പള്ളി കോളേജിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ, എന്താ തകരാറ് എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അവർ വെച്ചടി ഉന്നതിയിലേക്ക് അവരെത്തിക്കോളും. അവർ നല്ല ഉന്നത സ്ഥാനത്തിലേക്ക് അവരെത്തിക്കോളും. ഒരു ഭയപ്പാടും ആ വിഷയത്തിൽ നമുക്ക് വേണ്ട. നമ്മുടെ പെൺകുട്ടികളെ ആ രീതിയിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ ഒരു ഉത്തരവാദിത്വം പാലിച്ചവരായി നമ്മൾ മാറി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാവൽ ചോദിച്ച ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാവും പകലും കാവൽ ചോദിക്കണമെന്ന് പറയുകയും ചെയ്ത ആ ഭയാനകരമായ നരകത്തെ തൊട്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാവൽ ചോദിച്ചതും ഭയപ്പെട്ടതും എങ്ങനെയാണെന്ന് എൻ്റെ ചെറുപ്പളശ്ശേരിയിലെ സഹോദരങ്ങളെ നിങ്ങൾ പഠിക്കുക. എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ പഠിക്കുക. നരകമെന്ന് പറയുന്ന ഒരു ഉസ്താദൈന് എത്രയോ കാലം കഴിഞ്ഞിട്ടല്ലേ, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് പോയാൽ, ആ ഖബർ ജീവിതം കഴിഞ്ഞാൽ, പിന്നെ പരലോകത്തേക്ക് വന്നാൽ, പിന്നെ മഹ്ശറ കഴിഞ്ഞാൽ, പിന്നെ വിചാരണ കഴിഞ്ഞാൽ, പിന്നെയല്ലേ നരകം. അപ്പോഴാലോചിച്ചാ പോരെയെന്ന് ചിന്തിക്കുന്ന പൊന്നുമോളെ, നരകമെന്ന് പറയുന്നത് നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ വരുന്ന സമയം മുതലാണ്. ഇന്നാണ് നീ മരിക്കുന്നതെങ്കിൽ പ്രായഭേദമില്ലാതെ, കാരണമില്ലാതെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്നാണ് മരിക്കുന്നതെങ്കിൽ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയം മുതൽ നിസ്കാരമില്ലാത്തവനാണ്, വ്യഭിചാരിയാണ്, വ്യഭിചാരിണിയാണ്, കള്ളുകുടിക്കുന്നവനാണ്, ഹറാമിയത്തിന്റെ കൂത്തരങ്ങുകളിൽ ആണ്ട് പൂണ്ട് കിടന്ന് ജീവിച്ചവനാണ് നീയെങ്കിലും നീ മരിക്കുമ്പോ ആ സമയത്ത് തന്നെ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് ഒരു നരകാഗ്നിയുടെ തീജ്വാല പോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മയമുണ്ടാവില്ല, ഒരു സമാധാനമുണ്ടാവില്ല. നരകത്തിന്റെ അടയാളം നിന്റെ മയ്യത്തിന്റെ മുഖത്ത് അല്ലാഹു തരുന്നതാണ്. റബ്ബേ ഞങ്ങളെ കാക്കടയല്ലോ.
നരകത്തിന്റെ അടയാളം നിന്റെ മുഖത്തല്ലാഹു തരുന്നതാണ്. നരകം കണ്ട് ഭയന്നവനെ പോലെ നീ മരിച്ചു കിടക്കുന്നവനോ, നരകം കണ്ട് ഭയന്ന് കണ്ണ് പുറത്തേക്ക് വന്ന് അല്ലാഹുവേ നീ അത്ഭുതത്തോടെ നരകത്തിന്റെ രംഗം കണ്ടി നീ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ഉസ്താദുമാര് പറഞ്ഞപ്പോ ഗൗനിച്ചില്ലല്ലോ, ഖുർആൻ ഒരാ സമയം കിട്ടിയിട്ട് ചെയ്തില്ലല്ലോ, ഉള്ള സമ്പാദ്യം മുഴുവനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഭൗതികതയ്ക്ക് വേണ്ടി ചെലവഴിച്ചു പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കപ്പെട്ട് അസ്രായിലിന് പിടികൊടുത്തിട്ട് നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥയും തീഗോളം കണ്ണിലൂടെ ഉരുണ്ടു വരുന്ന ഭയാനകരമായ രംഗം ഒരു നരകാവകാശി അസ്രായിലിനെ കാണുന്നത് അസ്രായിലിന്റെ തല ആകാശത്ത് നിൽക്കുന്ന പോലെയാ. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. മരണവേദനയും വെപ്രാളവും ഈ കാഴ്ചയും ഭയപ്പാടും എല്ലാം കൂടിയായി കണ്ണ് പുറത്തേക്ക് വന്നുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന രംഗമല്ലോ. മജ്‌ലിസുന്നൂറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. മജ്‌ലിസുന്നൂറിന്റെ ഹക്ക് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ അവസാന സമയം നീ ഭംഗിയാക്കണേ അല്ലോ. അങ്ങനെ ആ സമയം മുതലാണ് പെണ്ണയ നരകം വരുന്നത്. മക്കൾ നിന്റെ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ വലിച്ചൂരിയെടുത്തിട്ട് കരയുകയാണ്. ഉമ്മ കരയുന്നു, മക്കള് കരയുന്നു, കുടുംബം കരയുന്നു, ഭർത്താവും ഭാര്യയും കരയുന്നു, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഹാദിമുല്ലദ്ദാത്ത്, സർവരസങ്ങളെയും മുറിച്ചു കളയുന്നതാണെന്ന് പറഞ്ഞ എല്ലാ രസങ്ങളും അവസാനിച്ചു പോവുകയാണ്. ആ യാത്രയങ്ങോട്ട് തുടങ്ങുമ്പോ തന്നെ സബാനിയത്തിന്റെ മലക്കുകള്, നരകത്തിന്റെ മലക്കുകള് ഇരുമ്പിന്റെ ദണ്ഡുകളുമായിട്ട് വന്ന് അടിക്കുകയാണ്, ഇടിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ അടിയും ഇടിയും ഉപദ്രവവും ഏറ്റുകൊണ്ട് നിലവിളിക്കുകയാണ്. അയിന തദ്ഹബൂന ബിഹാ, എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്, എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്, എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്? ഉമ്മ പറയുന്നു, മക്കളെ മക്കളെ അവിടെ കബറിന്റെ അകത്ത് നരകത്തിന്റെ തീ കത്തിക്കുകയാ മക്കളെ, ഉമ്മച്ചിയെ കൊണ്ടുപോവില്ലടാ. ചെറുപ്പുളശ്ശേരിയുടെ വീട്ടിന്റെ അകത്ത് ഉമ്മ നിലവിളിക്കുകയാ, വാപ്പ നിലവിളിക്കുകയാ. മക്കളെ നിങ്ങൾക്ക് ബിസിനസിന് വേണ്ടി പണം തന്നപ്പോ അപ്പുറത്തുള്ള യതീമിന് ഒരു നേരത്തെ അന്നം കൊടുക്കാ വാപ്പ മറന്നുപോയി മക്കളെ. അതുകൊണ്ട് മക്കളെ വാപ്പച്ചിയെ കൊണ്ടുപോവല്ലടാ, അവിടുത്തെ തീക്കാറ്റിന് കടിച്ചു വീശുകയാണെന്ന് പറയുമ്പോ അത് കേൾക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയൂല വാപ്പാ. ഇത് ദുനിയാവാണ്, ഫിർഔനെ നശിപ്പിച്ച ദുനിയാവാണ്, ഹാമാനെ നശിപ്പിച്ച ദുനിയാവാണ്, അതേ ഒരുപാട് അഹങ്കാരികളെ ധിക്കാരികളെ നശിപ്പിച്ച ദുനിയാവാണ്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഖസസ് പറയുകയാണ്, ഖാറൂൻ എന്ന് പറയുന്ന ധിക്കാരിയുണ്ടല്ലോ, പണം കൊണ്ട് അധികാരം കൊണ്ട് അഹംഭാവം നടിച്ചു ജീവിച്ചവനാണ്. വഖസഫനാ ബിഹി വബിദാരിഹിൽ അർളാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവനെയും അവന്റെ കൊട്ടാരത്തെയും ഭൂമിക്കടിയിൽ അല്ലാഹു താഴ്ത്തിക്കളഞ്ഞു. ഒരു പൊടി പോലും മുകളിലില്ല. എത്ര വമ്പന്മാരെ പരാജയപ്പെടുത്തി ദുനിയാവ്, എത്ര അഹങ്കാരികളെ തകർത്തടിച്ചു ദുനിയാവ്, എത്ര ധിക്കാരികളെ നശിപ്പിച്ചു കളഞ്ഞു ദുനിയാവ്. എന്നാലും ഇന്നും നമ്മളെ ഓട്ടം അതിനു വേണ്ടിയാണ്, ഇന്നും നമ്മളെ ഓട്ടം അതിനു വേണ്ടിയാണ്. പെണ്ണേ, നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ചുണ്ടു ചുമപ്പിക്കാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പ് സമയം ചെലവഴിക്കുന്ന പെണ്ണേ, നിന്റെ ഓട്ടവും അതിനു വേണ്ടിയല്ലേ, നിന്റെ ഓട്ടവും അതിനു വേണ്ടിയല്ലേ. കിട്ടുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാറ് തന്റെ ഭാര്യക്കും മക്കൾക്കും വാരിക്കോര് ചെലവഴിച്ചിട്ട് സമ്പന്നരുടെ രാജാവായി സിംഹാസനത്തിൽ ഉപവിഷ്ടരാകുന്ന ധിക്കാരികളാര സമ്പന്ന വർഗമേ, നിങ്ങൾ ഓടുന്നതും അവരോടിയ വഴിയല്ലേ, അതിലെയല്ല നമ്മൾ ഓടാനുള്ളത്. പിന്നെ ഏതിരെയാണ് ഓടാനുള്ളത്? വിശന്ന് വിശന്ന് പൊട്ടിക്കരന്നുകൊണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, ഒരു കാരക്ക കിട്ടിയിരുന്നെങ്കിൽ, ഒരു പത്തിരി കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കുറച്ച് പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പരിചാരകയായ സഹോദരി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത് വാങ്ങി അങ്ങ് കുടിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിച്ചു കഴിഞ്ഞിട്ടാണ് ആ പെണ്ണിനോട് ചോദിക്കുന്നത്, ഇതെവിടെന്നാണ് പെണ്ണേ, ഇതെവിടെന്നാണ് പെണ്ണേ? ആ പെണ്ണ് പറയുന്ന, തങ്ങളെ വരുന്ന വഴിയില് ഒരു ജ്യോത്സ്യനുമായി സംസാരിച്ചിട്ട് എനിക്ക് സമ്മാനമായി കിട്ടിയ പാലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. ഈ പാവപ്പെട്ട അബൂബക്കർ നരകത്തെ കഴിച്ചുപോയല്ലോ റബ്ബേ. അല്ലാഹുവേ, വലത്തേ കൈ തന്റെ തൊള്ളയിലേക്ക് കടത്തുകയാ, എന്നിട്ട് തന്റെ വയറ്റിനകത്തേക്ക് കുടിച്ചിറക്കിയ പാല് വിശപ്പ് സഹിക്കാനാകാതെ കുടിച്ചു പോയതാണ്. മനഃപൂർവ്വം കുടിച്ചതല്ല, മനഃപൂർവ്വം വയറ് നിറച്ചതല്ല. വിശന്നൊട്ടിപ്പോര വയറും നികത്തിയില്ലാത്തത് കൊണ്ട് അറിയാതെ വെപ്രാളം കൊണ്ട് കുടിച്ചു പോയതാണ്. കൈവാക്യകത്തേക്ക് കടത്തിയിട്ട് പുറത്തേക്ക് പാല് ഛർദ്ദിച്ചു കളയുകയാണ്. രക്തം പുറത്തു വന്നു എന്ന് ചരിത്രം പറയുകയാ. കുടലിന്റെ അംശം പോലും പുറത്തു വന്നു എന്ന് ചരിത്രം പറയുകയാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, റബ്ബേ പൊറുക്കണേ അല്ലോ, പൊറുക്കണേ അല്ലോ. പട്ടിണി കിടന്ന് മരിച്ചാലും പൊരുത്തമില്ലാത്തതും ഹറാമിയത്ത് ഈ അബൂബക്കർ കഴിക്കൂല റബ്ബേ. ഇതാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നരകത്തെ ഭയന്നിട്ട് ജീവിച്ചത്. താമരശ്ശേരിയുടെ ചുരത്തിന്റെ മുകൾ ഭാഗത്ത് കഴിഞ്ഞ 4 വർഷമായി ഒരേ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്ന 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരാൾക്ക് 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചപ്പോൾ അവന്റെ ലോട്ടറി കൊണ്ടുപോയി സമ്പത്ത് വാങ്ങാൻ വേണ്ടി തന്റെ കൂടപ്പിറപ്പിനേക്കാൾ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന കൂട്ടുകാരനെ താമരശ്ശേരി ചുരത്തിന്റെ മുകൾ ഭാഗത്ത് ഉച്ചവൂണ് ഭക്ഷണം കടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കഴുത്ത് ഞെരിച്ചു കൊന്ന് താഴേക്ക് തള്ളിയിട്ട് വാഹനവും കൊണ്ട് രക്ഷപ്പെട്ടു പോയ കൂട്ടുകാരനെ മോഹിപ്പിച്ചത് ദുനിയാവിന്റെ മോഹവലയമായിരുന്നു. ആഗ്രഹിപ്പിച്ചത് ദുനിയാവെന്ന് പറയുന്ന രാക്ഷസനായിരുന്നു. പിടിച്ചു വിഴുങ്ങിയത് സമ്പത്തെന്ന് പറയുന്ന വിഷസർപ്പമായിരുന്നു. എന്റെ നാട്ടിൽ സ്വന്തം കൂട്ടുകാരന് കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കാൻ വേണ്ടി കടം കുന്നുകയറിയപ്പോൾ അവനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കള്ളുകുപ്പിയിലിടുന്ന ഐസ് കട്ടയിൽ മയക്കുമരുന്ന് കലർത്തിയിട്ട് അത് കൊടുത്തിട്ട് അത് കുടിച്ചു മയങ്ങിക്കിടക്കുന്നവനെ പച്ചക്കറി വെട്ടുന്നത് പോലെ വെട്ടി അരിഞ്ഞ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കറുത്ത കവറിലാക്കി വലിയ കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് കുഴിച്ചു മൂടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ചെടിയും പുല്ലും അതിന്റെ മുകളിൽ വെച്ചിട്ട് സുന്ദരക്കുട്ടനായി ദിവസങ്ങളോളം അതിനുശേഷം സന്തോഷത്തോടെ ജീവിച്ചു. ഇന്ന് ജയിലിലാണ്. കൂട്ടുകാരനെ കൊന്നൊടുക്കിയത് വിഷമാകുന്ന പണം അവന്റെ മനസ്സിനെ കീഴടക്കിയത് കൊണ്ടാണ്. അവിടെ പേടി നഷ്ടപ്പെട്ടു പോയി. അവിടെ ദുനിയാവിന്റെ സുഖം അധികരിച്ചപ്പോ എന്ത് നരകം, എന്ത് ഖബറ്, എന്ത് പരലോകം. 10 രൂപ നമുക്ക് ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് എടുക്കും. അല്ലാഹ്, നരകം എന്ന വിഷയം കേട്ടതാണ് റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ്. ഹാജാദാരിമിയല്ലേ? അതെ, അത് കഴിഞ്ഞു പോയപ്പോൾ ഒരു 10 രൂപ ഇവിടെ കിട്ടി. അതാരും 10 രൂപ അല്ല, 1000 രൂപ വാങ്ങിക്കാലോ, അത് പള്ളിക്കുട്ടിയിൽ അങ്ങനെ കിട്ടേ ബിസ്മില്ലാ എന്ന് പറയും. അല്ലെങ്കിൽ കൊണ്ടുപോകാൻ മക്കളെ നമുക്ക് ശംസുൽ ഉലമ അക്കാഡമിക്ക് ആരെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും എന്ന് പറയും. 50 രൂപയാണെങ്കിൽ നിങ്ങളുടെ വലിയ ഈമാനോട് വിളിക്കും. എന്നാൽ ഒരു 5000 രൂപയാണ് കിട്ടുന്നതെങ്കിലോ അതൊക്കെ എടുത്തിട്ട് പറയും വാക്കവിയുടെ ദുആ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ ആളുകളും പറയണം. ദുആ ചെയ്ത് അപ്പോൾ തന്നെ ഇജാബത്ത്. മജ്‌ലിസിലൊക്കെ ഇത്രയും ആളൊക്കെ വരണതല്ലേ, അതുകൊണ്ടാണ്. ഇന്നിപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അല്ലാഹ് നാളെ എനിക്കൊന്ന് 2 ആവശ്യങ്ങളുണ്ട്, വട്ടാമ്പി നേർച്ചയൊക്കെ വരികയാണ്, ഒന്നുമില്ല, ആനപ്പുറത്ത് ഒന്ന് കയറിയിരിക്കണുണ്ട്, ഫോട്ടോയൊക്കെ എടുക്കണം, ക്യാമറയ്ക്ക് പൈസയൊന്നുമില്ല. മജ്‌ലിസിൽ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് ദ്വാരുന്നതേ ഉള്ളൂ. റബ്ബേ, അത് കഴിഞ്ഞപ്പോൾ കാണാം ഒരു പേഴ്സിനകത്ത് റബ്ബേ 5000 രൂപ. മഞ്ഞൊക്കെ ആയതുകൊണ്ട് നനയാതിരിക്കാൻ വേണ്ടി അല്ല പേഴ്സിനകത്തിട്ടതെന്നാരാണ് റബ്ബേ നീ? കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ കാരുണ്യം? കാരണം എന്താ, ഇത് ഇച്ചിരി കൂടിയ നോട്ടായതുകൊണ്ട് അത് എടുക്കുന്നതിന് മനസ്സിൻ്റെ അകത്തൊരു ന്യായീകരണം നമ്മൾ അന്നേരം നമുക്ക് ഖബറും മരണവും പരലോകമൊന്നും വരൂല. ആ സമയത്ത് അതൊന്നും വരൂല. അതാണ് ദുനിയാവിന്റെ ചതി. നമ്മൾ ആലോചിച്ച് നോക്കേ,
ഇപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പൊ പറയും വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വ്യഭിചാരം, ഓ പഠിച്ചവനെ അങ്ങനെ പോരുത്, അവൻ അങ്ങനെ പോയത് മോശം, അവൻ ഇങ്ങനെ പോയത് മോശം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പക്ഷേ ആരും അറിയാത്ത രീതിയിൽ നിങ്ങൾക്കാണ് ഒരു ചാൻസ് കിട്ടിയതെങ്കിലോ ഇപ്പൊ ചെറുപ്പക്കാർ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ വലിച്ചു കയറി ചെവറിലൊട്ടിക്കും ആ പെണ്ണിനെ. ഡയലോഗ് അടിക്കാൻ വലിയ ഉത്സാഹമാണ്. ചാൻസ് കിട്ടാത്തത് കൊണ്ടല്ലേ നിങ്ങളിൽ പലരും വ്യഭിചരിക്കാത്തത്. ഞങ്ങൾ കള്ളു കുടിക്കൂല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കള്ളിൻ്റെ രുചി നമുക്കറിയില്ല, കള്ളിൻ്റെ അപകടം നമുക്കറിയില്ല, ഒന്നും നമുക്കറിയാൻ അനുഭവിച്ചിട്ടില്ല. കള്ളിങ്ങനെ കുടിച്ചു സുഖിച്ച് രസിച്ച് വരുമ്പോൾ നിങ്ങൾ പറയും ഇതാണ് ഈ മൊയിലാരി, ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ റബ്ബ് എന്ത് രസാ, അതുകൊണ്ട് കുടിക്കുമ്പോൾ എന്തൊരു സുഖാ. എന്നിട്ട് അതിലേക്ക് അങ്ങ് പോവാണ്, ചാൻസ് കിട്ടുന്നില്ല. 2 വർഷം കൊണ്ട് ഗൾഫിൽ പോയി നിന്നിട്ട് ചെറുപ്പുളശ്ശേരിയിൽ ആരെങ്കിലും ഒരാൾ വലിയൊരു കൊട്ടാരം വെക്കുമ്പോ സഹോദരിമാര് മുഴുവനും അടക്കം പറയും, നീ അറിഞ്ഞോ ആരുപാടെ മോൻ ഏതോ അറബിയെ കൊണ്ടുവന്ന്, ഏതോ അറബിക്കഴുത്തി ഇങ്ങനെ കൊണ്ടാക്കിയിട്ടുള്ളതെല്ലാം കൊണ്ടുവന്ന് നാട്ടിൽ ചെറുപ്പുളശ്ശേരി വലിയ കൊട്ടാരം വെച്ചു. എന്നിട്ട് വീട്ടിന് പേരെന്തെന്നറിയോ? ദാറുൽ ജിദ്ദ. അവിടെ നിന്നല്ലേ കൊണ്ടുവന്നത്, അങ്ങനെ ആവട്ടെ, അങ്ങനെ പേരിട്ടു കള്ളൻ. ഈ പറയുന്നവരുണ്ടല്ലോ, ഇവൻ പോയ 2 വർഷം അവിടെ പോയി നിൽക്കും. ഇവന് ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് മോഷ്ടിക്കാത്തത്. ഇവൻ 2 വർഷം കൊണ്ടാണ് ഇത്രയും മോഷ്ടിച്ചതെങ്കിൽ ഈ വീമ്പിളക്കുന്നവൻ 1 മാസം പോയി നിന്നാൽ മതി. അറബിയുടെ കുടുംബത്തെയും അടിവസ്ത്രം ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുവൻ. എന്തുകൊണ്ടാ? ഇവന് ചാൻസ് കിട്ടണില്ല. പക്ഷെ മറ്റുള്ളവരെ നോക്കിയിട്ട് നരകമാണ്, പരലോകമാണ്, കവറാണെന്നൊക്കെ പറയാൻ നല്ല സുഖ. നമ്മളിലേക്കൊന്ന് നോക്കുക, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ എത്ര വൃത്തികേടാണ് പടച്ചവനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര കാപട്യമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? ഓരോ സെക്കൻഡിലും നമ്മൾ വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട്, കാതുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് അള്ളാഹുവിനെ പറഞ്ഞു പറ്റിക്കല്ലേ? ആ പേടി നമുക്കുണ്ടോ? സഹോദരിമാരൊക്കെ നമുക്ക് വരുന്ന പണം ഹറാമാണോ ഹലാലാണോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ചെലവഴിക്കുന്നതും ചിന്തിക്കണം, വരുന്നതും ചിന്തിക്കണം. അള്ളാഹു ഖൈർ തരട്ടെ, അള്ളാഹു ബറക്കത്ത് തരട്ടെ. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ചെറിയ സംശുദ്ധീകരണത്തിന് വേണ്ടി ഇതാ ഇന്നിപ്പോൾ ഹാജാദാരിമി ബക്കറ്റ് അങ്ങോട്ട് കൊണ്ടുവരികയാണ് ഒരു ബറക്കത്തിന്. എല്ലാവരും ഇട്ടുകൊടുക്കുക. കാര്യം ഒറ്റ ദിവസത്തെ വാതല്ലേ ഇവിടെ ഉള്ളൂ, ഒരേ ഒരു ദിവസത്തെ വാതല്ലേ ഉള്ളൂ. ആ ഒറ്റ ദിവസത്തെ വാത് കൊണ്ട് ഒരു വലിയ പിരിവൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊരു സമർപ്പണമാണ്, ഇതൊരു പ്രഖ്യാപനമാണ്. ആ കൂപ്പൺ അതിൻ്റെ കൂടെ കൊടുത്തോളി, അവർ വാങ്ങിച്ച് വെച്ചിരിക്കട്ടെ. ഞാൻ പറയുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് അവർ എഴുതി തയ്യാറാക്കി വെക്കും. ബക്കറ്റ് വർഷം വരുമ്പോൾ ഒരാൾ കൂപ്പണോടെ കൊണ്ടുവയ്ക്കോളി. അള്ളാഹു ഖൈർ ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും നല്ല മനസ്സോടെ സഹകരിക്കണം. നമുക്കെല്ലാം വേണം. ഞാനിന്ന് പൊട്ടച്ചിറ അൻവരി അറബി കോളേജിൽ ഇപ്പോൾ സിയാറത്തിനിറങ്ങി ബീവിമാടെ ഖബറിൻ്റെ ചരത്ത് പോയി ഫാത്തി ഓതി കണ്ണീരോടെ ദ്വാരം നെട്ടാണ് വന്നത്. കാരണം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആ 2 നില ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ ആ മക്കളിരുന്ന് ഖുർആൻ ഓതുകയും ജനാലയിലൂടെ ഞാൻ വന്നിട്ട് നോക്കാൻ വേണ്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവേ നിങ്ങളൊക്കെ കൊടുത്ത പൈസ ഇല്ലേ അത്? നമ്മളൊക്കെ വീട്ടിൽ കളിയും ചിരിയും നടത്തുമ്പോൾ അവർ ആ 2 നില കൊട്ടാരത്തിനകത്തിരുന്ന് ഖുർആൻ പഠിക്കുകയാണ്. നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം അവിടെ ഒന്ന് ബക്കറ്റ് ഇട്ട് കൊടുക്കുന്ന 1000 രൂപ കൊണ്ട്, അല്ലെങ്കിൽ 2000 രൂപ കൊണ്ട്, അല്ലെങ്കിൽ 6666 കൊണ്ട് അവിടെ ഒരു വലിയ സൗദം വന്നു കഴിഞ്ഞു അല്ലേ? ഞാനിന്ന് ആരെയും വിളിച്ചു പറയാതെ സാധാരണ വരുമ്പോൾ 9 ജനുവരിയോ അവിടുത്തെ ഉസ്താദോ ആരെങ്കിലുമൊക്കെ അറിയും. ഇന്നാരും അറിഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് പോയി സിയാറത്തിന് ചെന്നപ്പോൾ നല്ല വൃത്തിയോടെ അവിടെ ആ ഹിഫ്ളിൻ്റെ മക്കളൊക്കെ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുന്നു. അവരിഷ്ടംപോലെ മക്കളുണ്ടല്ലോ, അവരിനി ഒന്നും ഓതണ്ട, അതിനകത്ത് ഭക്ഷണം കഴിച്ച് കിടന്ന് ആ പള്ളിയിലൊന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ. അതിൻ്റെ കൂലി നമുക്ക് എവിടെയോ ഉള്ള മക്കളല്ലേ, ചെറിയ കുട്ടികളല്ലേ, അവർ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം എവിടെന്നോ വാത് കേൾക്കാൻ വന്നിട്ട് നിങ്ങളിട്ട് കൊടുത്ത പൈസ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ മടി വിചാരിക്കണം? നമുക്ക് അള്ളാഹു തരുന്നു, അതിൻ്റെ ഒരു വിധം തിരിച്ച് നമ്മൾ അള്ളാഹ്ക്കാണ് കൊടുക്കുന്നത്. ദാരിമിക്കോ എനിക്കോ അല്ല, അള്ളാഹുവിനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങോട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, കൊണ്ടുവരുമ്പോൾ 2 വീലറിൽ നിന്ന് വീണതിന് ശേഷം ഇച്ചിരി വശക്കേടുണ്ട്, കൊണ്ടുവരും. ബിസ്മില്ലാഹിർ റഹ്മാൻ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട ഉസ്താദുമാര്, മുതഅല്ലിമീങ്ങൾ, യുവാക്കൾ കൊണ്ടുവരുന്ന ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന സ്വതക്ക കൊണ്ടിലൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ തമ്പുരാനെ. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ശംസുൽ ഉലമയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ആ മഹാന്റെ പേരിട്ടുകൊണ്ട് കേരളത്തിൽ എത്ര സ്ഥാപനങ്ങളാണല്ലോ.
എത്ര യത്തീംഖാനകൾ, എത്ര അറബി കോളേജുകൾ, എത്ര വിമൻസ് കോളേജുകൾ. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 100, 200, 1000, 2000 ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഈ സ്വതക്കക്ക് പകരം അല്ലാഹുവേ ഇവിടെ പഠിക്കുന്ന പെൺമക്കൾ വഴിതെറ്റാതെ വഴിപിഴക്കാതെ 2 റക്അത്ത് നമസ്കരിച്ചാൽ അല്ലാഹുവേ അതിൻ്റെ കൂലി നീ കൊടുക്കണം തമ്പുരാനെ, നീ കൊടുക്കണം റഹ്മാനെ, നീ കൊടുക്കണം പടച്ചവനെ. സ്വല്ലി അല നബി മുഹമ്മദിൻ. ബക്കറ്റ് വരും, അതിന് മുമ്പ് ഒരു സ്ലിപ്പും വരും, അത് വാങ്ങി കൈ വെച്ചിരുന്നാൽ മതി സ്ലിപ്പ്. അജാദാൽമി ബക്കറ്റ് കളക്ഷൻ ഇങ്ങനെ പോരാ, ഒന്ന് ഉഷാറാക്കണം. ആ പുറകിലൊക്കെ തുടങ്ങിക്കോളി, ഇവിടെ നിന്ന് തന്നെ പുറകു വരെ എത്താൻ നിൽക്കേണ്ട. 3-4 മുത്താലിങ്ങൾ അവിടെ നിന്ന് തുടങ്ങിക്കോളി. മക്കളെ നല്ല ഉഷാറായിട്ട് വേഗാവട്ടെ. വേഗമാ നിൽക്കുന്ന ഭാഗത്ത് സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ഏറ്റവും മുകളിലാണ് ആ ഭാഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടെങ്കിൽ, വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെയും അവിടെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ആ ബക്കറ്റ് രക്ഷ വേഗം നടക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആളുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്, അത് ഭംഗിയായിട്ട് നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് എൻ്റെ വിഷയത്തിലേക്ക് വരുന്നത്. നിങ്ങൾ കാര്യമായി സ്വതക്ക ഇട്ട് കൊടുക്കും എന്ന വിശ്വാസവും എനിക്കുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രമാത്രമാണ് പ്രിയപ്പെട്ടവരെ ഭയപ്പെട്ടിരുന്നതെന്നറിയോ? എന്തുമാത്രമാണ് ഭയപ്പെട്ടിരുന്നതെന്നറിയോ? ജീവിതത്തിന്റെ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നത് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചിരുന്നു. അല്ലാഹുവേ കല്ലുകൾ കഴുകി വാക്യകത്തിട്ട് കൊണ്ട് നടക്കുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എന്തിനെന്നറിയോ? ഒന്ന് സംസാരിക്കുമ്പോൾ ഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാളും ശക്തമാണ് ഗീബത്തെന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ചെങ്കിൽ തന്റെ നാവ് കൊണ്ടറിയാതെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് വന്നുപോയാലോ എന്ന് പേടിച്ചിട്ട് കല്ലുകൾ കഴുകി വാക്യകത്തിട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടക്കുമായിരുന്നു. എപ്പോഴും പേടിയാണ്, എപ്പോഴും ഭയമാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ എനിക്ക് ഹലുവ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് എനിക്കത് വാങ്ങിത്തരണം അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആവശ്യപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ 50,000 സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. പക്ഷേ അവസാനം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത് എല്ലാം അവസാനിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഇനി എനിക്ക് എന്റെ കുടുംബത്തിനുള്ളത് അല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും മാത്രമാണ്, വേറെ ആരുമില്ല നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ എന്ന് ചോദിച്ചു. സാധാരണ ചില മിടുക്കന്മാരായ മൗലിയാക്കന്മാർ ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്കൊരു നല്ലൊരു സ്വർണ്ണം വള ഖദീജ അവളിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് ജുനൈദ ഇട്ടിരിക്കുന്ന വള കണ്ടിട്ട് കൊതിയാവാണിക്ക, ഒരെണ്ണം എനിക്ക് വാങ്ങിത്തരാൻ പറയുമ്പോൾ നിനക്ക് ദുനിയാവിലെ വള വേണോ ആഖിറത്തിലെ വള വേണോ, സ്വർഗത്തിലെ വള പോരെ മുത്തേന്ന് ചോദിക്കുമ്പോൾ എന്നാ അങ്ങനെ മതി എന്ന് ചില ഭാര്യമാർ പറയും ചില ഭർത്താക്കന്മാരോട്. അത്ര അറിയാത്ത ഭാര്യമാരാണ്, നല്ല അറിവും ബോധമൊക്കെ ഉള്ള ഭാര്യമാരാണെങ്കിൽ. എൻ്റെ ഭാര്യമാരെ പോലുള്ളവരോടാണെങ്കിൽ അത് നടക്കൂല, അവർ തിരിച്ചു പറയും ആഖിറത്തിൽ നമ്മൾ നോക്കിയോളാം എന്ന് പറയും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ തിരിച്ചു പറഞ്ഞത് സ്വർഗത്തിലെ അലുവ അത് അന്നേരത്തെ അല്ലേ, ഇപ്പൊ എനിക്ക് ദുനിയാവിലത് കഴിക്കാനാണ് കൊതി, അത് വേണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹദിയോട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം അത് വാങ്ങിത്തരുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളുടെ കയ്യിലില്ല. ഹൽവ എന്ന വാക്ക് തന്നെ അറബിയിൽ നിന്ന് വന്നതാണ്. ഹൽവ എന്നല്ല നമ്മളൊന്ന് പറയാ, ഹൽവ എന്ന് പറഞ്ഞാൽ അറബിയിൽ മധുരമുള്ളത് എന്നാണ്. അത് അങ്ങനെയാണ്, അറബിയിൽ നിന്നാണ് ഇങ്ങോട്ട് സർവ്വ വാക്കുകളും വന്നത് അറബിയിൽ നിന്നാണ്. ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷ് പഠിച്ചാലും മലയാളം പഠിച്ചാലും ഒക്കെ ധാരാളം വാക്കുകൾ അറബിയിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അൽബിർ സമസ്തയുടെ അൽബിർ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുമക്കൾക്ക് അറബി വാക്കുകൾ സർവ്വതും അവർക്കറിയാം. നല്ല എത്ര അത്ഭുതകരമായിട്ടാണ് ആ കുഞ്ഞുമക്കൾ സംസാരിക്കുകയും ഖുർആനെ കുറിച്ച് പറഞ്ഞു തരികയും ബാത്റൂമിൽ കയറുമ്പോൾ പറയാനുള്ളത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടായി പോവാൻ. നമ്മുടെ സഹോദരിമാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ആഗ്രഹമൊന്നുമില്ല. എല്ലാവർക്കും പത്തിരിയോട് പത്തിരി, എവിടെ പോയാലും പത്തിരി, എന്ത് ചെയ്താലും പത്തിരി, മരിച്ചാലും പത്തിരി, കല്യാണം നടത്തിയാലും പത്തിരി, മൊയിലാരിക്ക് വന്നാലും പത്തിരി, മുത്തലിങ്ങൾ വന്നാലും പത്തിരി. ഞാനത് കഴിച്ച് വെച്ചുമ്പോൾ ദയവ് ചെയ്ത് ഇനി മേലെ എനിക്ക് പത്തിരി ഉണ്ടാക്കി തരില്ല.
ഹദീസിൽ തന്നെ ഉണ്ട് പത്തിരിക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, ഇപ്പോൾ നാളെ ഷൊർണൂർ പറയണത് ആയിഷ റളിയല്ലാഹുവിൻ്റെ ചരിത്രമാണ്. അത് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്ഥാനം ഭക്ഷണങ്ങൾക്ക് പത്തിരിയുടെ സ്ഥാനം പോലെയാണ് നിങ്ങൾക്കിടയിൽ ഞാൻ ആയിഷക്ക് കൊടുക്കുന്ന സ്ഥാനമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ മലബാറിൻ്റെ തീരത്ത് പത്തിരിക്ക് ഇത്ര വില വരാനുള്ള കാരണം, ഇത്രയും പദവി അതിന് വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായത്. തെക്കൻ കേരളത്തിൽ അത് കുറവായിരുന്നു, ഇപ്പോൾ അവിടെയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയും ധാരാളമായി പത്തിരി, എവിടെ ചെന്നാലും പത്തിരിയാ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നല്ലതുപോലെ ദോശയും സാമ്പാർ ഉണ്ടാക്കുന്നവളായിരുന്നു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പരാതിയില്ല, നിങ്ങൾ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ് എൻ്റെ ദോശയും സാമ്പാർ നിങ്ങൾ നശിപ്പിച്ചു, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കുറ്റം പറയില്ല, നല്ല വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കിയിരിക്കണം. നിങ്ങളുടെ മലബാറും തലശ്ശേരിക്ക് തോക്കും. ഉണ്ടാക്കി വെച്ച പാത്രം കൂടെ അടപ്പം കൂടെ തുറന്നപ്പോൾ ഉണ്ടല്ലോ പത്തിരി ഉണ്ടാക്കുകയോ ചെയ്യുക. നമ്മളിത് കഴിച്ച് എവിടെ പോയാലും ഇതെല്ലാം കഴിക്കുക. ഇന്നിപ്പോൾ ഇവിടുത്തെ മുഹമ്മദ് അലി സാഹിബിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പത്തിരി. എല്ലാ സ്ഥലത്തും പത്തിരിയാണ്. ഞാനങ്ങനെ രാത്രി ഭക്ഷണമൊന്നും അങ്ങനെ ഒരുപാട് കഴിക്കലില്ല, അതുകൊണ്ട് ഇങ്ങനെ കണ്ട് ഒന്ന് വരലൊക്കെ ഉള്ളൂ. ചെറിയ എന്തെങ്കിലുമൊക്കെ പോകുന്ന ദുആക്കെ ചെയ്ത് വരും. ഇനി അത് കഴിക്കാൻ പോയില്ലെങ്കിൽ ഒരു നാട്ടിലൊരു ഭക്ഷണം ഉണ്ടാവേണ്ടെന്ന് കരുതി പോണതാണ്. ഏതായാലും അൽഹംദുലില്ലാ, നമ്മുടെ സഹോദരിമാർ ആഗ്രഹിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ ഭർത്താവിന് വാങ്ങിത്തരുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതിയും ശേഷിയൊക്കെ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാരിദ്ര്യത്തിലായിരുന്നു, ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറേ ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അലുവ കൊടുക്കുന്നതാണ് കണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി അലുവ കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പെണ്ണേ, ഇതെവിടെന്നാണ് നിനക്കിപ്പോ കിട്ടിയത്? നീ ആഗ്രഹിച്ചിട്ടത് വാങ്ങിത്തരാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, പിന്നെ ഇതെവിടെന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, തങ്ങള് നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്ന ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് ഞാൻ എന്റെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി അലുവ വാങ്ങിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, എന്നോട് പൊറുക്കണേ അല്ലാഹ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ചിലവിന് കൊടുത്തിരുന്നത് കൂടുതലായത് കൊണ്ടാണ് അവൾ മിച്ചം പിടിച്ചതല്ല, ആ കൂടുതലായി പോയത് കൊണ്ട് എന്നെ പരലോകത്ത് നീ ശിക്ഷിക്കല്ല തമ്പുരാനെ, നിന്റെ പരലോകത്ത് എന്നെ പിടിച്ചു നിർത്തല്ല അല്ലാഹ് എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ചരിത്രത്തിന്റെ തുല്യതമായ തുല്യതയില്ലാത്ത പ്രവർത്തനം കണ്ടു അല്ലാഹുവിന്റെ റസൂല് പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അന്ത ഫിൽ ജന്ന, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നീ സ്വർഗത്തിലാന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു സംഘടനാ മേധാവിയോ നേതാവോ അല്ല, പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാട്ടുപാടി പാതിരാവിന്റെ യാമത്തിൽ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹിലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഇപ്പോഴും ചില പള്ളികളിലല്ല നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമി ബൈത്ത് അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുമ്പോ പുറകിലിരുന്നു കൊണ്ട് കുറെ ആളുകൾ ഈ ബൈത്ത് ഇങ്ങനെ ഏറ്റു ചൊല്ലുന്നത് കേൾക്കാ. അൽഹംദുലില്ലാഹ്, നരകത്തിനോടുള്ള ഭയമാണ്, സ്വർഗത്തിനോടുള്ള കൊതിയാണ്, ആഗ്രഹമാണ്, ആർത്തിയാണ്. എന്തേ അവരെല്ലാം ഇത്ര ഭയപ്പെട്ടതെന്തേ? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ശരീരം അവന്റെ തെറ്റനുസരിച്ച് ശരീരം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമെന്നാണ്, അവന്റെ തെറ്റനുസരിച്ച് ശരീരം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമെന്നാണ്. നിങ്ങൾ കരുതി പോകേണ്ട ചെറുപ്പളശ്ശേരിക്കാരാ, നമ്മുടെ ശരീരം നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമ്പോ കുറഞ്ഞ ശരീരമല്ലേ ഉള്ളൂ, 40 കിലോ ഉള്ള, 50 കിലോ ഉള്ള, 90 കിലോ ഉള്ള ഞങ്ങളുടെ ശരീരം ആ നരകത്തിൽ കിടന്ന് സെക്കൻഡുകൾ കൊണ്ട് കത്തിക്കരിഞ്ഞു പോകുമല്ലോ. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ആ ശിക്ഷ എത്ര വലുതാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് നരകത്തിന്റെ ഭീമാകാരമായ തീക്കുണ്ടാരത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരം അങ്ങ് കരിഞ്ഞു പോകുമെങ്കിൽ അല്ലാഹ്
പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നെന്ന് ചോദിക്കുന്നവരെ, കുല്ലമാ നളിജതു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. നിന്റെ ശരീരം കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കരിഞ്ഞതിന്റെ ഭാഗത്ത് വീണ്ടും അല്ലാഹു മാംസം തരികയാ, വീണ്ടും അല്ലാഹു തൊലി തരികയാ, വീണ്ടും അല്ലാഹു ശരീരം തരികയാ. അതിങ്ങനെ നരകത്തിൽ കിടന്ന് കത്തും തോറും ശരീരം വീണ്ടും വരികയാ, വീണ്ടും കത്തുകയാ, വീണ്ടും വരികയാ. അല്ലാഹുവേ, ഒരു കത്തിത്തീരൽ കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു എരിഞ്ഞടങ്ങൽ കൊണ്ട് തീരുന്നില്ല. ഒരിക്കലും തീരാത്ത നരകാഗ്നിയാ, ഒരിക്കലും അവസാനിക്കാത്ത ശരീരമാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹത്താ യകൂന മഖഅദുഹു മിസ്ല മാ ബൈന മക്ക വ മദീന. മക്കയുടെയും മദീനയുടെയും ഇടയിൽ എത്ര ദൂരമാണോ ഉള്ളത്, അത്രത്തോളം ദൂരത്തോളം അവന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് അല്ലാഹു വലിപ്പമാക്കുമെന്ന് സുയൂത്തി ഇമാം പറയുകയാ. ഏകദേശം 450 കിലോമീറ്ററുകളോളം നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു വലിച്ചു നീട്ടുമെന്നാണ്. അല്ലാഹുവേ, ഒരു തീക്കട്ട വന്ന് വീഴുമ്പോ കത്തിക്കരിഞ്ഞു പോകുന്ന രീതിയിൽ അവസാനിക്കാനുള്ളതല്ല നരകാവകാശിയുടെ ശരീരം പെങ്ങളെ. നിന്റെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഓരോ ഭാഗത്തിനും പകരമായിട്ട് പെങ്ങളെ നരകമൊരുങ്ങി നിൽക്കുകയാ. ഓരോ സമയത്തിനും പകരമായിട്ട് നരകം നിന്നെ മാടി വിളിക്കുകയാ. ഉസ്താദുമാര് പറയുമ്പോ അവരെ നാണം കെടുത്തുന്ന, ഞങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞവരെ പുച്ഛിച്ചു തള്ളുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പളശ്ശേരിയിലെ പെങ്ങളെ, നിന്റെ നോട്ടത്തിനും നിന്റെ കേൾവിക്കും നിന്റെ സഞ്ചാരത്തിനും നിന്റെ ജീവിതയാത്രകൾക്കുമല്ല ഒരുപാട് നരകാഗ്നിയുടെ കവാടം അല്ലാഹു തുറന്നു തരികയാ. പേടിക്കണം മോളെ, ഭയപ്പെടണം മോളെ. അന്ധത ബാധിച്ചവരുടെ മുമ്പിൽ പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇറങ്ങി വന്നിട്ടില്ല. അന്ധന്മാരായ സ്വഹാബികൾ വന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇറങ്ങി വന്നിട്ടില്ല. പേടിയാണ്. പൂരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബലൂണും പെരുക്കയിട്ട് പട്ടാമ്പിയുടെ നാളെയും മറ്റന്നാളും നടക്കാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന പെണ്ണേ, ഇത് പറയുമ്പോഴാണ് ബാക്കവിയോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നതെന്നറിയാ. നിങ്ങൾ വെറുത്തോ? എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റുമോ? ചിലർക്ക് ചിലത് പറയുമ്പോ ഇഷ്ടപ്പെടുകയും ചിലർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോ അത് പറയാതിരിക്കാ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ കാപ്പൽ ഉസ്താദ് അങ്ങനല്ല ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. ഞങ്ങളുടെ സമസ്തയുടെ ഗുരുനാഥന്മാര് അങ്ങനെ ജീവിക്കാനല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞു തന്നത്. തക്കം പോലെ നിറം മാറിയിട്ട് ജീവിക്കുന്ന മുനാഫിക്കിന്റെ കപടത ഞങ്ങൾക്ക് അവര് പകർന്നു തന്നിട്ടില്ല. അതുകൊണ്ട് പറയുകയാ, ആര് മരിച്ചാലും ഒറ്റക്കാണ്, കൂട്ടിനാളില്ല. എന്തായാലും ഉറപ്പല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പല്ലേ, എന്തായാലും ഉറപ്പല്ലേ. ഒരു പ്രാവശ്യം നമ്മൾ പോയല്ലേ പറ്റൂ. നമ്മുടെ കൂട്ടുകാര് പോയതുപോലെ, നമ്മുടെ സുഹൃത്തുക്കൾ പോയതുപോലെ, നമ്മുടെ കൂടപ്പിറപ്പുകൾ പോയതുപോലെ ഒരു ദിവസം നമ്മൾ പോവും. ബാപ്പു ഉസ്താദ് എത്ര പെട്ടെന്ന് പോകുമെന്ന് നമ്മൾ കരുതിയില്ല, അസ്തമിച്ചില്ലേ. അല്ലാഹുവേ, കോയക്കുട്ടി ഉസ്താദ് അവസാന സമയത്ത് കഷ്ടപ്പെടുമ്പോഴും നമ്മൾ ദ്വാരന്നു ദീർഘായുസ് കൊടുക്കണമെന്ന് എന്തിനാണ്? ആ വിനയവും ആ പക്വതയും ഇനിയും കാണാനുള്ള കൊതി കൊണ്ടാണ്, ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ പോയേ മതിയാവുകയുള്ള സഹോദരങ്ങളെ, ആരും ബാക്കിയാവുകയില്ല. അങ്ങനാണെങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങാതെയും ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, നമ്മുടെ തെറ്റിന്റെ വലിപ്പമനുസരിച്ച് ശരീരത്തെ അല്ലാഹു വലിപ്പം കൂട്ടുകയാണ്. ആ നരകത്തിന്റെ കത്ത് കിടന്ന് കത്തുകയാണ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓരോ ദിവസത്തെ വിചാരണ സ്വന്തം ശരീരത്തിനോട് നടത്തിയിട്ട് ആ ശരീരത്തെ ഉപദ്രവിച്ചിരുന്നത്, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ മുമ്പിലേക്ക് തന്റെ വിരൽത്തുമ്പ് കൊണ്ടുപോയിട്ട് ആ ചൂട് തട്ടുമ്പോ വിരൽ പിന്നിലേക്ക് വരുമ്പോൾ, ആ ചൂട് തട്ടി വിരൽ പിന്നിലേക്ക് വരുമ്പോ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറയും,
വിക്കാരിയാര ശരീരമേ, നിനക്ക് എങ്ങനെ കഴിയുന്നു ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാൻ? ആ നരകത്തിന്റെ ചൂട് നീ എങ്ങനെയാണ് സഹിക്കുക? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 6-ാം വാർഡിൽ എന്റെ ഒരു പ്രിയ സഹോദരന്റെ വാപ്പ വാഹനാപകടത്തിൽപ്പെട്ട് സക്കറാത്തിന്റെ ഹാലിലായപ്പോ ഒന്ന് കാണാൻ വേണ്ടി ചെന്നതാണ് സഹോദരങ്ങളെ. അത് കണ്ടിട്ട് മടങ്ങി വരുമ്പോ ഒരു ബെഡിന്റെ 4 ഭാഗത്ത് സാരി കൊണ്ട് മറച്ചിരിക്കുകയാണ് ഒരു ശരീരത്തെ. ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഉസ്താദ് അവിടെ ഒന്ന് നിർബന്ധമായും നിങ്ങൾ പോയൊന്ന് കാണുക, അത് നിങ്ങൾ നിർബന്ധമായും പോയൊന്ന് കാണുക. ഉസ്താദേ, ശരീരത്തിലേക്ക് തീപ്പൊള്ളലേറ്റ് കിടക്കുന്ന ഒരു ശരീരമാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ ചെന്ന സാരിയുടെ ഭാഗം മാറ്റി അകത്ത് കിടക്കുമ്പോ പ്രിയപ്പെട്ട മാറാവ് ഇങ്ങനെ വീശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊടുക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ ഉമ്മ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നപ്പോ വലിയ പാത്രത്തിനകത്ത് ചായക്ക് വേണ്ടി വെള്ളം തിളപ്പിച്ചതാ. ആ വെള്ളം ശരീരത്തിലേക്ക് ചരിഞ്ഞു വീണിട്ട് സുബ്ഹാനല്ലാഹ് തൊണ്ടയുടെ ഭാഗം മുതൽ അടിവയറിന്റെ ഭാഗം വരെ വെന്ത് കരിഞ്ഞു പോയി. ആ പ്രിയപ്പെട്ട സഹോദരൻ രക്ഷപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ നാട്ടില് ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിനും ഞാൻ തുടങ്ങിയ സ്നേഹസാഗരം എന്ന കാരുണ്യ പ്രവർത്തനത്തിനും ആരോരുമില്ലാത്തവർക്ക്, അഭയമില്ലാത്തവർക്ക്, മക്കളില്ലാത്തവർക്ക്, രോഗികൾക്ക്, കൈയില്ലാത്തവർക്ക്, കാലില്ലാത്തവർക്ക് അല്ലാഹുവേ അവർക്കൊരു താങ്ങും തണലും കൊടുത്തു ഞങ്ങൾ അവരെ സംരക്ഷിക്കുകയാണ്. ആ സ്ഥാപനത്തിൽ എപ്പോഴും വരുന്ന സുധീർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മ വീടിന്റെ പുറകുഭാഗത്ത് വസ്തു ഇങ്ങനെ അടിച്ചു വാരി ചപ്പ് ചവറുകളൊക്കെ കൊണ്ടുവന്ന് കത്തിക്കുകയാണ്. ആ തീയുടെ ഒരു ഭാഗം തന്റെ നൈറ്റിയുടെ മേക്സിയുടെ പുറകുഭാഗത്ത് കത്തിപ്പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മയൊന്ന് ജീവിച്ചിരിക്കുന്നില്ല. ശരീരത്തിന്റെ പുറകുഭാഗം മുഴുവനും വെന്തുപോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 3 ദിവസം കിടന്ന് ഇൻഫെക്ഷനായി അവസാനം ആ പ്രിയപ്പെട്ടവങ്ങൾ വേദന കടിച്ചിരുന്നു കൊണ്ട് മരണപ്പെടുമ്പോ അതൊക്കെ ദുനിയാവിന്റെ ചെറിയ ചെറിയ തീകളാണ്. അതൊക്കെ ദുനിയാവിന്റെ ചെറിയ ചെറിയ തീകളാണ്. നാറുക്കും ആദിഹില്ലദീ യുഖദി ഇബ്നു ആദമ. അല്ലാഹുവിന്റെ ഉമർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തരാ, ദുനിയാവിലെ നിങ്ങളുടെ തീയുണ്ടല്ലോ, അത് നരകത്തിന്റെ തീയേക്കാൾ എത്രയോ ചെറുതാണ്. ഇതിന്റെ ഒരു കട്ടയുടെ 70 ഇരട്ടി ശക്തിയാണ് നരകത്തിന്റെ ഒരു കനൽക്കട്ടക്കെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, നിസ്കരിക്കാൻ തോന്നാത്തവരെ, തലമറക്കാൻ തോന്നാത്തവരെ, സ്വരക്ക ചെയ്യാൻ തോന്നാത്തവരെ, വീട്ടിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്ന ഖുർആനൊന്ന് നിവർത്തി നോക്കാൻ പോലും സമയം ലഭിക്കാത്തവരെ, നിന്റെ വീടിന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരയുന്ന പാവപ്പെട്ടവർക്ക് സ്വരക്ക ചെയ്യണമെന്ന് മനസ്സ് വരാത്തവര്, നിങ്ങളുടെ മനസ്സ് ഭരിക്കുന്ന ഒരു ശൈത്താനാണ്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണയല്ലാ. നരകത്തിൽ കിടന്ന് കത്തിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മലക്ക് മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യര് നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കിനോട് വിളിച്ചു പറയുമെന്ന് റസൂൽ പറയുകയാ, യാ മാലികു ഖദ് സാല മിന്നസ്സദീദ്. അല്ലയോ നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്ക്, ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലും ഇളകി ഇളകി ഉരുകി വീടുകയാ, ഞങ്ങൾക്ക് പേടിയാവുകയാ, ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് അവർ പറയുമ്പോ, യാ മാലിക് ഖദ് ഹമിയ അലൈനൽ വുഖൂദ്. അല്ലാഹുവേ പടച്ചവനെ, ശരീരത്തിലേക്ക് ചൂട് നരകത്തിന്റെ തീക്കട്ടകൾ വന്ന് പതിക്കുന്ന, നരകത്തിന്റെ ചൂട് കൊണ്ട് കടുപ്പിച്ചു കളഞ്ഞ മനോഹരമായ ആ ശരീരത്തെ ഇരുമ്പ് കൊണ്ട് പഴുപ്പിച്ചു വെച്ച് ശരീരത്തിന്റെ മാംസം വെന്തുപോകുന്ന നരകാവകാശികൾ വിളിച്ചു പറയുമ്പോ, മാലിക് എന്ന മലക്ക് ചോദിക്കുന്നു, നിങ്ങൾ ഏത് പ്രവാചകന്റെ ഉമ്മത്താണ്? ആ സമയത്ത് മുത്തു റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് നരകത്തിൽ കിടക്കുന്നതെങ്കിൽ അവര് പറയുമത്രേ, പ്രവാചകനെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ ഞങ്ങൾക്കൊരു വേദഗ്രന്ഥമുണ്ടായിരുന്നു, കുന്നാ ഉമ്മത്തുൽ ഖുർആൻ, അത് ഖുർആനായിരുന്നു. ആ വേദഗ്രന്ഥം ഖുർആനായിരുന്നു. ഞങ്ങൾ ഖുർആനിന്റെ വക്താക്കളായിരുന്നു, ഞങ്ങൾ ഖുർആനിന്റെ അഹ്ലുകാരായിരുന്നു. ആ സമയത്ത് മാലിക് പറയുന്ന, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അന്ത്യപ്രവാചകന്റെ ഉമ്മത്തുകളല്ലേ? തലമറക്കാതെ, വസ്ത്രം ധരിക്കാതെ, ശരീരം മറക്കാതെ, നോമ്പ് പിടിക്കാതെ, നിസ്കരിക്കാതെ, കളവ് പറഞ്ഞ് പലിശ വാങ്ങിയ തീമീങ്ങളുടെ
സ്വത്ത് കൈയിട്ട് വാരി അയൽവാസിയുടെ സ്വത്ത് വെട്ടിപ്പിടിച്ച് ഫസാദും ഈബത്തും പറഞ്ഞ് ദുനിയാവിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടി ആലിമീങ്ങളെ ചവിട്ടിത്തേച്ച് ഉലമാക്കളെ കുറ്റപ്പെടുത്തി സയ്യിദന്മാരെ കളിയാക്കി ഓടി നടന്നില്ലേ? നിങ്ങൾ പ്രവാചകന്റെ ഉമ്മത്തുകളിൽപ്പെട്ടവരാണ്, ഈ ഗതി നിങ്ങൾക്ക് വന്നല്ലോ എന്ന് പറയുമ്പോ അവര് കരയുമെന്നാ. ആ സമയത്ത് മാലിക്കെന്ന മലക്ക് അവരോട് ചോദിക്കുന്നു, ഈ കരച്ചിൽ നിങ്ങൾക്ക് ദുനിയാവിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നല്ലോ. ഈ കണ്ണീര് നിങ്ങൾക്ക് ദുനിയാവിലുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ. ലാ യൽജന്നാർ അഹദും ബക്കാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണീരിന്റെ ഉടമകളായ ഒരാൾക്ക് നരകത്തിൽ അല്ലാഹു അവരെ കടത്തുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരെ നരകത്തിന്റെ അകത്ത് കൊണ്ടുവരൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർമ്മ വരുന്നത് എവിടെയാണ്? ഇവിടെ ദുനിയാവിൽ തന്നെ ചെറിയ ഒരു പരീക്ഷണം അല്ലാഹു തരുമ്പോ നമ്മൾ രഹസ്യമായി പടച്ചവനോട് പറയും, ഇനി നമ്മൾ നിസ്കരിച്ചുകൊള്ളാ, ഇനി നമ്മൾ നോമ്പ് പിടിച്ചുകൊള്ളാ. ഇതുപോലെ അല്ലാഹുവിന്റെ കോടതിയിലും പറയുമെന്നാണ്. എപ്പോഴെന്നറിയാൻ കഴിയാത്ത ഈ ലോകത്ത് എന്തിനാണ് ബീവിയുമ്മ എന്ന പൊട്ടച്ചിറയിലെ ഉമ്മ ഇവിടെ ഒരു അറബി കോളേജ് വേണമെന്ന് ആഗ്രഹിച്ചതെന്തിനാണ്? ഇവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് വേണമെന്ന് ആഗ്രഹിച്ചതെന്തിനാണ്? അവരൊക്കെ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട വരവൂര് മുഹമ്മദ് കുട്ടി മസ്താ എന്തിനാണ് ഇവിടെ ഒരു സ്ഥാപനം വേണമെന്ന് ആഗ്രഹിച്ചതെന്തിനാണ്? അമ്പങ്ങൊന്ന് ബീരാനൗലിയ അവിടെ ഇൽമു പഠിക്കുന്ന കൊട്ടാരം വേണമെന്ന് ആഗ്രഹിച്ചതെന്തിനാണ്? വരക്കൽ മഖാമിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? അവിടെ ബഹുമാനപ്പെട്ട ശംസുലമ കിടന്നുറങ്ങുന്നില്ലേ? ആ പുണ്യഭൂമിയിൽ എന്തിനാണ് ഒരു അറബി കോളേജ് വേണമെന്നവർ ആഗ്രഹിച്ചതെന്തിനാണ്? ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ അസയ്യിദ് അലവിയിൽ മമ്പുറം തങ്ങളുടെ മഖാമിന്റെ അടുത്ത് എന്തിനാണ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ്? എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാര് ആഗ്രഹിച്ചു പോയത് ഖുർആൻ ഓതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനാണ്, ഇൽമു പഠിക്കുന്ന മക്കളുടെ ചാരത്ത് കിടന്നുറങ്ങാനാണ്. ഇന്നും മദീനത്ത് ദറസുണ്ടല്ലോ, ഇന്നും മദീനത്ത് ഹദീസ് വായനയുണ്ടല്ലോ. പാണക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് മദീനത്താണ്. ഞാൻ ഇവിടെ വന്നപ്പോ തങ്ങളെ ഒന്ന് വിളിച്ചിരുന്നു. തങ്ങള് അവിടുന്ന് തിരിച്ചു വിളിച്ചു പറഞ്ഞു, വാക്കവി ഞാൻ മദീനത്താണ്, നാളെ ഒരു ദിവസം കൂടിയാണ് മദീനത്തുള്ളത്. ഞാൻ പറഞ്ഞു, തങ്ങളെ ഈ പാവപ്പെട്ട ജാഹിറിന്റെ അസ്സലാമു അലൈക്കും നിങ്ങളാ മുത്തറസൂലിന് പറയണമെന്ന് പറയുമ്പോ നല്ല ഒരു വ്യക്തിയാണ് ഞാൻ ഏൽപ്പിച്ചത് സലാം പറയാ. സാബിഖ് അലി തങ്ങളോടൊത്ത് ഞാൻ മദീനത്ത് പോയവനാണ്. ആ മദീനത്ത് ചെല്ലുമ്പോ തങ്ങൾ പറയുന്ന അസ്സലാമു അലൈക യാ ജദ്ദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കണ്ണീരാണ് ഞാൻ അനുഭവിച്ചു പോയ രംഗമാണത്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉംറ സ്വീകരിക്കണേ അല്ലാ. തന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തും അഭിവൃദ്ധിയും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ, പടച്ചവരെ, ആ പരിശുദ്ധ മദീനത്ത് ദറസുണ്ടല്ലോ. അങ്ങനെ എത്രയോ അറബി കോളേജുകൾ ദറസുകൾ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്നാൽ ഇൽമിന്റെ സൂര്യൻ എന്നാണ് ആ മഹാന്റെ പേരിട്ടുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്രയോ സ്ഥാപനങ്ങളാണ്, എത്രയോ അറബി കോളേജുകളാണ്. ആ സ്ഥാപനത്തിന്റെ അകത്തിരുന്ന് ദുആ ചെയ്തിട്ട് പോലും എത്രയോ ആളുകൾക്ക് രോഗം മാറിയിട്ടുണ്ട്. ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് വയനാടിന്റെ ഒരു പ്രദേശം തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിവിന്റെ കൊട്ടാരം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്റെ ഈ ചെറുപ്പുളശ്ശേരിയിൽ വന്ന പ്രിയപ്പെട്ടവരോട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് നരകത്തെ തൊട്ട് കാവൽ ചോദിച്ച തിളക്കമുള്ള ചരിത്രത്തിന്റെ ഭാഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ശംസുൽ ഉലമ എന്ന മഹാനുഭാവന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിറഞ്ഞ താടിയുള്ള, കണ്ടാ പേടി തോന്നുന്ന കണ്ണുകളുള്ള, അല്ലാഹുവേ പടച്ചവനെ, ഇൽമിന്റെ നോട്ടമാണ്, ഇൽമിന്റെ നോട്ടമാണ്. വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് കാലെടുത്ത് വെച്ചുകൊണ്ട് അറിവിന്റെ അക്ഷയക്കനിയെ അത്ഭുതപ്പെടുത്തിയിട്ടും ലൈബ്രറിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അക്ഷരമുത്തിന്റെ ഉടമയായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മാറിപ്പോയെങ്കിൽ അല്ലാഹ്
ആ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഖാജാദാരും സ്ഥാപനം തുടങ്ങിയത്, ഇവിടുത്തെ സംഘാടകർ സ്ഥാപനം തുടങ്ങിയത്, ഇവിടുത്തെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര് പൊതുപ്രവർത്തകർ സ്ഥാപനം തുടങ്ങിയത്. അതിൽ നിന്ന് നാണയത്തൊട്ടെടുത്തുകൊണ്ട് പള്ള വീർപ്പിക്കാനില്ല, അവർക്കെടുക്കാൻ കഴിയില്ല. 50 പൈസ ഹൗദിൽ വീണുപോയപ്പോ മാറിയിരുന്നു കൊണ്ട് പൊട്ടിക്കരന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ അനുയായികൾക്ക്, പാവപ്പെട്ടവർക്കും ദീനിനും വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി പിരിക്കുന്ന പണമെടുത്ത് പൊട്ടിടിക്കാൻ തോന്നൂല. അത്തിപ്പറ്റ ഉസ്താദ് ഇന്നവരെ അങ്ങനെ പിരിച്ച ഒരു നാണയത്തൊട്ടിന്റെ ഭക്ഷണമകത്ത് കേക്ക് കഴിച്ചിട്ടില്ല, കുമരമ്പത്തൂർ ഉസ്താദ് കഴിച്ചിട്ടില്ല, ശംസുലമ കഴിച്ചിട്ടില്ല, ആരും കഴിക്കില്ല. അവര് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനത്തിലൂടെ ജീവിക്കുന്ന ആലിക്കുട്ടി ഉസ്താദ് വരെ എത്തി നിൽക്കുന്ന മഹാന്മാരാരും എന്റെ പ്രിയപ്പെട്ടവരെ കഴിക്കില്ല. ഇവിടുന്ന് തലകുനിച്ചിട്ടിറങ്ങിപ്പോയ നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത നെല്ലായ ഉസ്താദിന് വേണമെങ്കിൽ രാജകുമാരനെ പോലെ ജീവിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ. നെല്ലായയില് ആ പ്രിയപ്പെട്ടവര് ഗൾഫിലേക്ക് പോയിട്ട് എന്റെ ആവശ്യത്തിനാണ് പറഞ്ഞ് കൈനീട്ടിയാൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സമസ്തയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കൈനിറച്ച് സ്വത്തും സ്വർണവും കൊടുക്കും. പക്ഷേ അവർ ചോദിക്കൂല. അവര് ചോദിക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അവര് ചോദിക്കുന്നതെല്ലാം മദ്രസകൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്. അവര് ചോദിക്കുന്നതെല്ലാം അല്ലാഹു എവിടെ കാലം കഴിയുമ്പോഴറിയാം. പടച്ചവനെ നീ ദീർഘായുസ് കൊടുക്കണയല്ലോ. ജീവിച്ചിരിക്കുന്ന ഓരോ മഹാന്മാര് നഷ്ടപ്പെടുമ്പോഴറിയാം അവർ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടന്നതിന്റെ ത്യാഗത്തിന്റെ വിലയെറിയുന്നതെപ്പോഴാണ്. റഹ്മാനായ റബ്ബേ, ഈ പാവപ്പെട്ടവനും ശംസുൽ ഉലമയുടെ അക്കാഡമിക്ക് വേണ്ടിയിട്ട് ആ ബഹുമാനപ്പെട്ടവരുടെ പേരിട്ടിരിക്കുന്ന ഫൗണ്ടേഷന് വേണ്ടി 120-ലധികം വരുന്ന പെൺകുട്ടികൾ, പ്രായപൂർത്തിയായവർ, SSLC കഴിഞ്ഞവർ, അല്ലാഹുവേ അഴിഞ്ഞാട്ടത്തിലേക്ക് പോകാതെ വാലന്റിയർ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് കാമുകന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് ചുണ്ട് കടിച്ച് കയറിയിട്ട് ഫേസ്ബുക്കിലൂടെ സെൽഫി എടുത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നവരാകാറ്, കഞ്ചാവ് കുത്തിവെച്ചുകൊണ്ട് അധപ്പതനത്തിന്റെ പടിങ്കുടിയിൽ വീഴുന്ന പെൺകുട്ടികളാകാറ്, 18 വയസ്സാകുമ്പോ വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ചിട്ട് എനിക്ക് ഇത്രയും വർഷം എന്നെ വളർത്തിയ ഉമ്മയെക്കാളും ഇഷ്ട 2 മാസം കൊണ്ട് പരിചയപ്പെട്ട കാമുകനാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടിയാകാതിരിക്കാ. സമസ്ത വഫിയ തുടങ്ങിയപ്പോ അല്ലാഹുവേ, 100 കണക്കിന് പെൺകുട്ടികളും എത്രയോ വലിയ ഉന്നത സ്ഥാനമാ നേടിയത്. നല്ല അതവുള്ള, മര്യാദയുള്ള, വൃത്തിയുള്ളവരായില്ലേ എന്റെ ചെറുപ്പുളശ്ശേരിയിലെ ഉമ്മ. നിനക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും, നിന്റെ മക്കൾക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും, നിന്റെ പരിശ്രമം കൊണ്ട് നിന്റെ ചുറ്റുവട്ടത്തുള്ള 4 പഞ്ചായത്തിലെ പെൺകുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചു പോകുമ്പോ അവരിവിടെ തന്നെ നിൽക്കാൻ, അവരിവിടെ തഹജ്ജുദ് നമസ്കരിക്കാൻ. സുബ്ഹാനല്ലാഹ്, എറണാകുളത്ത് ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ഒരു വഫിയ സ്ഥാപനമുണ്ട്. ഞാനാണ് ഇവിടെ പ്രസംഗിച്ചിട്ട് ആ സ്ഥാപനത്തിന് കുറെ പൈസ ഉണ്ടാക്കി കൊടുത്തത്. 300ഓളം മക്കൾ പരീക്ഷ എഴുതിയിട്ട് 90ഓളം വരുന്ന പെൺകുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയ ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന മഹത്താര സ്ഥാപനം ഞാൻ പലപ്പോഴും അവിടെ പോകലുണ്ട്. അവിടെ ഒരു കുട്ടി അവിടുന്ന് അഡ്മിഷൻ കിട്ടാറ്, അഡ്മിഷൻ കിട്ടിയിട്ട് പഠിത്തം വേണ്ടാന്ന് പറഞ്ഞ് ഒരു കുട്ടി മാത്രമാണ് അവിടെ നിന്ന് പോയത്. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞതെന്തെന്നറിയോ? തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എന്നും എഴുന്നേൽക്കണമെന്നത് അവിടെ നിർബന്ധമാണ്. 17ഉം 18ഉം വയസ്സായ പെമ്മക്കള് ലോകമുറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റിരുന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കരഞ്ഞു ദുആ ചെയ്താൽ ഒരു പെണ്ണിനെയും നടുറോട്ടിൽ വെച്ച് ആരും വലിച്ചു കീറൂല. പെൺകുട്ടികളെ പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചെറിയാൻ പഠിപ്പിച്ചു കൊടുത്ത സിനിമാ ലോകം എങ്ങനെയാണ് മാനഭംഗപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് പെൺവാണിഭം നടത്തേണ്ടത്, എങ്ങനെയാണ് മതിൽ ചാടേണ്ടത്, എങ്ങനെയാണ് ഒളിച്ചോടേണ്ടത്, എങ്ങനെയാണ് കള്ളുകുടിക്കേണ്ടത്, എങ്ങനെയാണ് വ്യഭിചരിക്കേണ്ടത് എന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്ത സിനിമാ ലോകത്തിന് അത് പഠിപ്പിച്ചവർ അവരിലൂടെ ഒന്ന് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ തീരുമാനിച്ചപ്പം നൊന്തുപോയെങ്കിൽ അതൊരത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ, അതൊരത്ഭുതമല്ല സഹോദരങ്ങളെ, അതൊരിക്കലും ഒരു സങ്കടമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് പറയുകയാ, നമ്മുടെ പെമ്മക്കളെ അങ്ങനെ കഴുകന്മാർക്ക് കൊത്തിവലിച്ചു കൊണ്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. 16ഉം 17ഉം വയസ്സായ മക്കൾ ഖുർആൻ പഠിക്കട്ടെ, അവരെ തഹജ്ജുദ് നമസ്കരിക്കട്ടെ, അവര് മജ്ലിസും നൂറോദട്ടെ.
അവര് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിന്നാലെ കടന്നു പോകുമ്പോ അവര് പറയട്ടെ, അല്ലാ, ഞങ്ങളുടെ നാട്ടിന്റെ ഭൗതിക ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഉഖ്റവിയായ ചിന്തയിലേക്ക് ഞങ്ങൾക്ക് മനംമാറ്റം തന്നത് ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവന്ന നാളെ വ്യഭിചാരിണിയായി പോകാനുള്ള എന്നെ തട്ടമിട്ട ഒരു സുന്ദരിയായ ആത്മീയതയുടെ പ്രഭയുള്ള പെണ്ണാക്കി മാറ്റിയത് ഈ നാട്ടിന്റെ പ്രവർത്തകരാണെന്ന് പറയാ. എന്താ സഹോദരങ്ങളെ, നമ്മുടെ വിയർപ്പിന്റെ മണമുള്ള കുറച്ച് നാണയത്തൊട്ടുകൾക്കായ അല്ലാഹു തന്ന ഭാഗ്യമല്ലേ, അല്ലാഹു തന്ന ഭാഗ്യമല്ലേ. വാടക കെട്ടിടത്തിൽ നിന്ന് മാറിയിട്ട് അവര് വാങ്ങി വെച്ചിരിക്കുന്ന 50 സെന്റിൽ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിയാൻ പോവുകയാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ വെച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, 10 സ്ക്വയർ ഫീറ്റിന് 15,000 രൂപ. എന്റെ പേരിൽ 10 സ്ക്വയർ ഫീറ്റ് വരട്ടെ, ഒരു കബറിന്റെ അളവിലെങ്കിലും അല്ലോ ഒരു പെൺകുട്ടിക്ക് നമസ്കരിക്കാനുള്ള, ഒരു പെൺകുട്ടിക്ക് വളരാനുള്ള, ഒരു പെൺകുട്ടിക്ക് ഇസ്ലാമിന്റെ ചിന്താധമനികളെ തൊട്ടുണർത്താനുള്ള, ഒരു പെൺകുട്ടിക്ക് അല്ലാഹുവിന്റെ പൊരുത്തം തേടി ജീവിക്കാനുള്ള ഒരവസരം എന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടുണ്ടാവട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒന്നാമത്തെ മിടുക്കനാരാ. 10 സ്ക്വയർ ഫീറ്റിന് ഉസ്താദേ 15,000 രൂപ ഞാൻ പറഞ്ഞുകൊള്ളാ. അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം കിട്ടാ, അല്ലാഹുവിന്റെ പൂർണ്ണമായ തൃപ്തി കിട്ടാ, പടച്ചതമ്പുരാന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒന്നാമത്തെ ആള് ഞാനാ എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ, ആരുടെ മക്കളോ ആവട്ടെ, ആരെ കുടുംബത്തിൽപ്പെട്ടവരോ ആകട്ടെ, ആർക്കു വേണ്ടിയോ ആവട്ടെ, ഒരു കുട്ടി അലിഫ് പഠിച്ചാൽ, ഒരു കുട്ടി ഖുർആൻ ഓതിയാൽ, ഒരു കുട്ടി സുന്നത്ത് നമസ്കരിച്ചാൽ കിട്ടുന്നത് നിനക്കല്ലേ. ഒന്നാമത്തെ ആളാരാണ്? സന്തോഷത്തോടെ ശംസുൽ ഉലമയുടെ പൊരുത്തവും ഗുരുത്വവും മനസ്സിൽ കരുതിയിട്ട് പറയട്ടെ, ബഹുമാനപ്പെട്ട പൊട്ടച്ചിറയിലെ സയ്യിദ് അലി സാഹിബ് കുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, പടച്ചവനെ, ആ സയ്യിദ് അലി സാഹിബിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരും ആമീൻ പറയുക. ബീവിയുമ്മാടെ ഖബറിന്റെ അടുത്ത് സിയാറത്ത് ചെയ്ത് ഇറങ്ങി വരുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരന്റെ പിതാവിനെ ഞാൻ കണ്ടതാണ്. ഉസ്താദേ ദുആരക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ സഹോദരന്റെ മക്കളെ, ആ സഹോദരന്റെ ഭാര്യയെ, കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നീ കൊടുക്കണം തമ്പുരാനെ. സമാധാനവും സന്തോഷവും നീ കൊടുക്കണേ അല്ലോ. ആ പ്രിയപ്പെട്ട സഹോദരൻ എല്ലാവിധ നന്മയും നീ കൊടുക്കണേ റഹ്മാനെ. 10 സ്ക്വയർ ഫീറ്റിന് 15,000 രൂപ പറഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലോ, ശംസുൽ ഉലമയുടെ ഇൽമിന്റെ കൊട്ടാരങ്ങളുടെ ബറക്കത്ത് ആ പാവപ്പെട്ടവന് കൊടുക്കണേ അല്ലോ. രണ്ടാമത്തെ ആളാരാണ്? രണ്ടാമത്തെ ആളാരാണ്? എഴുന്നേറ്റ് നിൽക്കുക. 15,000 രൂപ പറയുന്ന രണ്ടാമത്തെ ആളാരാണ്? അല്ലാഹുവേ, രണ്ടാമതൊരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, കുലൂ തക്ബീർ നീ സ്വീകരിക്കണേ അല്ലാ. ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന സ്ലിപ്പിലേക്ക് പേരെഴുതിയിട്ട് 10 സ്ക്വയർ ഫീറ്റും എഴുതിയിട്ട് എഴുന്നേറ്റ് നിന്നാ മതി. അല്ലാഹുവേ, ഇൽമിന്റെ കൊട്ടാരം പണിയാ കാത്തിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾ ഓടി വന്ന ആ പേരിവിടെ പറയും. ആജാദ് ആലിമി എന്ന സാധുവാര മനുഷ്യന്റെ ജീവിതം തന്നെ സമസ്തയ്ക്ക് വേണ്ടിയാ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാ. നിങ്ങളുടെ മുമ്പിലാ പാവപ്പെട്ടവൻ ഇങ്ങനെ നടക്കുന്നത്. സ്വന്തം കുടുംബം നോക്കാനല്ല. അല്ലാഹുവേ, ഈ ഉമ്മത്തിന്റെ ശക്തിക്ക് വേണ്ടിയാണ്, ഈ ഉമ്മത്തിന്റെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണ്, അവര് വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നിരാശപ്പെടുത്താറ് സന്തോഷത്തോടെ പറയുക. നെല്ലായ ഉസ്താദല്ലേ ദുആ ചെയ്തത്? അമീദലിത്തങ്ങൾ പറഞ്ഞ ഗൗരവം നിങ്ങൾ മറന്നുപോയോ? എത്ര സങ്കടത്തോടെയാണ് ദുആ ചെയ്തിട്ട് ബഹുമാനപ്പെട്ടവർ ഇറങ്ങിപ്പോയത്. അല്ലാഹുവേ, രണ്ടാമത് പറഞ്ഞ 15,000 പറഞ്ഞ സഹോദരന് ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, അഭിവൃദ്ധിയും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ അല്ലോ. മൂന്നാമത്തെ ആളാരാണ്? അല്ലാഹുവേ, പടച്ചവനെ, സഹോദരിമാരുടെ ഭാഗത്ത് വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ട്. പെങ്ങളെ, ഓരോ പെങ്ങളും പറയുക, ഒരു 15,000 കുറേശ്ശെ കൊടുത്തുകൊള്ളുക. ഒരു 3 മാസം കൊണ്ട് 5,000 വെച്ച് കൊടുക്കാൻ നിയ്യത്ത് ചെയ്യുക. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഒരു നാട്ടിലെ പെൺകുട്ടികൾക്ക് ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കുന്ന സമസ്തയുടെ മനോഹരമായ ബറക്കത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി പറയുക. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ.
അടുത്ത ആളാരാണ്? വേഗാവട്ടെ. 100 ചാക്ക് സിമന്റ്. മഞ്ഞളുങ്ങൽ ഹുസൻകുട്ടി ഹാജി, അൽഹംദുലില്ലാ 100 ചാക്ക് സിമന്റ്. കുലു തക്ബീർ. അല്ലാഹുവേ, നല്ല തീരുമാനമാണ്. ആ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങുമ്പോ 100 ചാക്ക് സിമന്റ് ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ ഹുസൻകുട്ടി ഹാജി നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലോ. അവർക്ക് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. 10 സ്ക്വയർ ഫീറ്റിന് വേണ്ടി 15,000 പറയുന്ന അടുത്ത ആളാരാണ്? അല്ലാഹുവേ, ആര് പറഞ്ഞാലും നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. സാധുക്കളാണ്, പാവപ്പെട്ടവരാണ്, അവർ പറയുന്നത് സ്വീകരിച്ചുകൊണ്ട് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും നീ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. ഇനി ആരാ? സന്തോഷത്തോടെ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പേര് പറയണ്ട എന്നറിയിച്ചുകൊണ്ട് 10 സ്ക്വയർ ഫീറ്റ് ഒരു സഹോദരൻ. വേറെ ആരെങ്കിലും പറഞ്ഞു? താരമി ബാപ്പുട്ടി ഹാജി 10 സ്ക്വയർ ഫീറ്റ്. അബൂബക്കർ ഹാജി ചളവറ 10 സ്ക്വയർ ഫീറ്റ്. കുലൂ തക്ബീർ. തക്ബീർ വിളിക്കു. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ബാപ്പുട്ടി ഹാജി 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു. അബൂബക്കർ ഹാജി 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു. പേര് പറയാത്ത മറ്റൊരാൾ 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ തമ്പുരാനെ. ഈ നിറഞ്ഞ മജ്ലിസ് മുഴുവനും ആമീൻ പറയുന്നൊരു ദ്വാരക്കുന്നൊരു തമ്പുരാനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നവർക്ക് വേണ്ടിയാണ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇത് പറഞ്ഞു. വേറെ ആരാ? 1 സ്ക്വയർ ഫീറ്റിന് 1500 രൂപയാണ്. സ്ത്രീകളുടെ ഭാഗത്തൊക്കെ സ്ലിപ്പ് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വേഗം. നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് പറ്റും? 1 ആണോ 5 ആണോ 10 ആണോ 15 ആണോ 20 ആണോ എത്ര കഴിയും അതിനകത്തേക്ക് എഴുതണം. 10 സ്ക്വയർ ഫീറ്റിന് പറയാൻ ആരാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹുവേ, നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാ. എല്ലാവരും ആമീൻ പറയുക. റഹ്മാനായ പടച്ചവനെ, വരക്കൽ മഖാമിൽ കിടന്നുറങ്ങുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ, ആ ബഹുമാനപ്പെട്ടവരുടെ പേരിലാണ് റഹ്മാനായ തമ്പുരാനെ ഇവിടെ മനോഹരമായ സന്തോഷത്തോടെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ. ഇതൊക്കെ വായിക്കാത്തത് ഇതൊക്കെ വായിച്ചത് ആരാണ്? മാനു ഹാജി എളപ്പാങ്കോട്ട. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, മാനു ഹാജി 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞ് സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് 10 സ്ക്വയർ ഫീറ്റ് പറയുന്ന ഒരു പേരെങ്കിലും ബറക്കത്തിന് വരട്ടെ. ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഇവിടുത്തെ സുവനീർ വാങ്ങുന്നതോടൊപ്പം തന്നെ പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിൽ ഞാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയാതെ പോയ സ്നേഹജാലകം എന്ന എൻ്റെ സ്നേഹസാഗരത്തിൻ്റെ പ്രസിദ്ധീകരണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇവിടെ അന്ന് കൊടുക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കിട്ടാത്തവരുണ്ടെങ്കിലും 100 രൂപയാണ് അതിൻ്റെ ഒരു കോപ്പിക്ക് വില. അതിൻ്റെ കോപ്പി ചിലപ്പോൾ ഇവിടുത്തെ സുവനീറിൻ്റെ അത്ര ക്വാളിറ്റി പോലും ഉണ്ടാവില്ല. പക്ഷേ അത് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ നോക്കുന്ന 10-18ഓളം വരുന്ന ആരോരുമില്ലാത്ത രോഗികൾക്ക് അഭയം കൊടുക്കുന്നതിന് വേണ്ടി ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ പ്രവർത്തനത്തിൽ അണിചേരാൻ വേണ്ടി അതിൻ്റെ ഓരോ കോപ്പി വാങ്ങി അൽഹംദുലില്ലാ ക്യാൻസർ രോഗം ബാധിച്ച് കൈകാല് നഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കുന്നവർക്ക് ഒരു സഹായത്തിന് ഞങ്ങളും കൂടെയുണ്ട് ഉസ്താദേ എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടെ. പിന്നെ അതിൽ നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാമിൻ്റെ അൽജവാബിൻ്റെ കുറച്ച് ദുആയും കുറേ സംശയങ്ങളും മനോഹരമായ കുറേ ചരിത്രങ്ങളും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം അങ്ങനെ കുറേ ചരിത്ര പഠനങ്ങളും എൻ്റെ ഒരു ലേഖനവും ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന വഴിയും അതുപോലെ എല്ലാ മാസവും 11-ാം തീയതി അവിടെ മജ്‌ലിസുൻ നൂറും ദുആയും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അതിനകത്ത് വിശാലമായി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ സ്നേഹജാലകം എന്ന ആ പ്രസിദ്ധീകരണം കൊണ്ടുവരുമ്പോൾ താല്പര്യമുള്ളവരും കാരുണ്യ പ്രവർത്തനത്തിന് ഇഷ്ടപ്പെടുന്നവരും അതിൽ അണിചേരുക, പങ്കുചേരുക. അല്ലാഹു ഖൈറും ബറക്കത്തും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പേര് പറയാത്തൊരു സഹോദരൻ 6666 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6666 രൂപ പറഞ്ഞ പേര് പറയാത്ത പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്.
ആ പ്രിയപ്പെട്ട സഹോദരനെ ഖൈറും ബറക്കത്തും കൊടുക്കണേ തമ്പുരാനെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്നേഹജാലകം എന്ന പ്രസിദ്ധീകരണം. ഇൻഷാ അല്ലാഹ് അതിലണിചേരാൻ താല്പര്യമുള്ള ഒരു സന്തോഷത്തോടെ ആ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക. ശ്മശാനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത ശ്മശാന ഭൂമിയിൽ കഴിയുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഞങ്ങളൊരു വീട് വെച്ചു കൊടുക്കാൻ, ഇതിൻ്റെ കാശ് കൊണ്ടൊരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ 6666 രൂപ തന്ന പ്രിയപ്പെട്ട സഹോദരന് പടച്ചവനെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ അല്ലാ. 1 സ്ക്വയർ ഫീറ്റിന് 1500 രൂപ വെച്ച് 10 സ്ക്വയർ ഫീറ്റും 5 സ്ക്വയർ ഫീറ്റും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അഹമ്മദ് കുട്ടി കമ്പന്തുടി ഉസ്താദിന് വേണ്ടി ദ്വാരക്കാൻ. അള്ളാഹുവെ പടച്ചവനെ 5 സ്ക്വയർ ഫീറ്റ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. റബ്ബേ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ നീ ഖൈർ കൊടുക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ നൊമ്പരങ്ങൾ ഈ വിശാലമായ വലിയ സരസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാ. സഹോദരിമാരുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ ഭാഗത്ത് കുറിക്കുന്ന സഹോദരിമാരെ തന്ന സ്ലിപ്പിൽ ഇൻഷാ അല്ലാഹ് 1 സ്ക്വയർ ഫീറ്റിന് 1500 രൂപ അതെങ്കിലും എഴുതിയിട്ട് തിരിച്ചു കൊടുക്കണം. അതിലുപരി 10 സ്ക്വയർ ഫീറ്റിനൊന്നും തരാ ഞങ്ങളുടെ കയ്യിലില്ല. എന്നാലും ഉസ്താദേ ഞങ്ങളുടെ ശരീരത്തിനഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ ഒരു വിഹിതം ഈ മഹത്താര സ്ഥാപനം സഹോദരിമാരെ സ്വർഗത്തിലെത്തിക്കാനല്ലേ, നരകത്തിലേക്ക് വഴി നടക്കുന്ന സഹോദരിമാരെ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുപ്പിക്കാനല്ലേ. സന്തോഷത്തോടെ സ്വതക്ക ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ബഷീർ നടുക്കച്ചിറ 10,000 രൂപ. അതുപോലെ കുഞ്ഞാലി KP 10 സ്ക്വയർ ഫീറ്റ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞ ഈ പ്രിയപ്പെട്ട സഹോദരനെ നീ സ്വീകരിക്കണേ അല്ലാ. 10,000 രൂപ പറഞ്ഞ സഹോദരന് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഈ സംരംഭത്തെ നീ പൂർണ്ണമായി കബൂൽ ചെയ്യണേ അല്ലാ. എന്റെ ചെറുപ്പളശ്ശേരിയിലെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മുൻപിലേക്ക് കടന്നു ചെല്ലുകയാ. അവരുടെ ശരീരത്തിണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ ഒരു വിഹിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൂർണ്ണമായ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കാൻ, ഈ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ, ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കാൻ, ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഒരു മനോഹരമായ ബിൽഡിംഗ് കെട്ടിയിട്ട് അല്ലാഹു അതിന്റെ അകത്ത് മക്കൾ നിസ്കരിക്കുമ്പോ ഖുർആൻ ഓതുമ്പോ അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് കൂടി കിട്ടണമെന്ന കൊതിയോടെ ആഗ്രഹത്തോടെ ആർത്തിയോടെ പടച്ചവനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അവർ തന്നേക്കുമ്പോ പൂർണ്ണമായും നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉപ്പാന്റെ ഉമ്മാന്റെ മേൽ ദ്വാരക്കാൻ അബ്ബാസ് കരിങ്ങാന്തുടി 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ അബ്ബാസ് എന്ന സഹോദരൻ തന്നു സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ. 15,000 രൂപ കൊണ്ട് 10 സ്ക്വയർ ഫീറ്റിന് വേണ്ടി അബ്ബാസ് എന്ന സഹോദരൻ മനസ്സ് കാണിച്ചു സ്വീകരിക്കണേ റബ്ബേ. സഹോദരിമാരുടെ ഭാഗത്ത് വനിതാ വോളണ്ടിയേഴ്സ് ഒന്നുകൂടി ആക്റ്റീവായിട്ട് ഒരു പേര് വരട്ടെ. ഒരു 10 സ്ക്വയർ ഫീറ്റിന് എന്റെ സഹോദരിമാരെ നിങ്ങളുടെ ഭാഗത്തിരുന്നൊരു പേര് വരട്ടെ. ഒരു ആമിനയോ ഒരു ഐഷയോ ഒരു റംലയോ സന്തോഷത്തോടെ കൊടുത്തേക്കട്ടെ. അല്ലാഹുവേ ആര് കൊടുത്താലും നീ സ്വീകരിക്കണേ അല്ലാ. 6666 രൂപ തെയ്യാലിങ്കൽ മാരായമംഗലം സൈദലവി. അതുപോലെ വേറൊരു അനുഭാവി 5000 രൂപ. വേറൊരു സഹോദരൻ 5 യൂണിറ്റ് പാറ മണൽ കുലൂ തക്ബീർ 100 പാക്കറ്റ് സിമന്റായി 10 സ്ക്വയർ ഫീറ്റ് വെച്ച് കുറെ ആളുകളായി. അല്ലാഹുവേ പടച്ചവനെ 6666 5000 വെച്ച് കുറെ ആളുകളായി. റഹ്മാനെ ഇതാ അവസാനം 5 യൂണിറ്റ് പാറമണൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇൽമിന്റെ കൊട്ടാരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വികാസത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ റബ്ബേ.
സഹോദരിമാരെ ഭാഗത്ത് നിന്ന് വന്ന് ഒന്നാമത്തെ സ്ലിപ്പാണ് 10 സ്ക്വയർ ഫീറ്റ്. ഉസ്താദേ, ഞാനും ഒരു പെണ്ണാണ്, ആവശ്യമുള്ള സമയത്ത് ഇൽമും അറിവും അദബും ലഭിച്ചില്ലെങ്കിൽ നഷ്ടമാണല്ലോ. അതിനൊരു അവസരമൊരുക്കുന്ന ചെറുപ്പുളശ്ശേരി സ്ഥാപനത്തിന് വേണ്ടി 10 സ്ക്വയർ ഫീറ്റിന് 15,000 ഞാനും കൊടുത്തുകൊള്ളാമെന്ന് നിയ്യത്ത് ചെയ്ത പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവേ ആ സഹോദരിക്ക് ഖൈർ കൊടുക്കണേ അല്ലോ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലോ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. രായിൻ എന്ന സഹോദരൻ സ്ക്വയർ ഫീറ്റ്, സയ്യിദു ഹാജി സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ. ഹംസ, അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണം തമ്പുരാനെ, ഈ സംഭാവനകളെല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. സഹോദരിമാരെ ഭാഗത്തിരുന്നവരണിഞ്ഞിരിക്കുന്ന ശരീരത്തിന്റെ സ്വർണ്ണാഭരണത്തിന്റെ ഒരു വിഹിതം അല്ലാഹുവേ പടച്ചവനെ ഈ മഹത്താര സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് വേണ്ടി വേഗം കൊടുത്തേക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും സ്വീകരിക്കട്ടെ. പരീക്ഷയുടെ സമയമാണ്. പെർമിഷനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും. ഇന്നലെയും മെനിങ്ങാന്നൊക്കെ നിർബന്ധമായി 10 മണിക്ക് നിർത്തേണ്ടുന്ന പരിപാടികളായിരുന്നു. ഇന്നലെ കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞു. ഇന്ന് പിന്നെ ഒറ്റ ദിവസത്തെ പ്രോഗ്രാം ആയതുകൊണ്ടും ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാടകർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തതുകൊണ്ടുമാണ് അൽഹംദുലില്ലാ ഇത്രയും സമയമെങ്കിലും നമുക്ക് പറയാൻ പറ്റിയത്. അതിൻ്റെ സമാപന ഭാഗം കുറച്ചുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരീക്ഷയുടെ സമയത്ത് പോലും ഇത്രയും സഹോദരിമാർ, സഹോദരങ്ങൾ, ഉമ്മബെങ്ങന്മാർ നമ്മുടെ സദസ്സ് നിറഞ്ഞു കവിഞ്ഞ് അൽഹംദുലില്ലാ നമുക്കെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് റബ്ബിനോട് കരഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തു വേണം പിരിയാൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അബ്ബാസ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ മരിച്ച ഉമ്മാക്ക് വേണ്ടി ദുആരക്കാൻ ഇരുമ്പാലശ്ശേരി 25 ചാക്ക് സിമന്റ് കുലൂ തക്ബീർ. അല്ലാഹുവേ പടച്ചവനെ ആ ഉമ്മയുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലവും പ്രയോജനവും നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ പടച്ചവനെ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ ഉമ്മയുടെ ഖബർ വിശാലമാക്കണം തമ്പുരാനെ. ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് നാഥാ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിലേക്ക് 25 ചാക്ക് സിമന്റ് ഖുർആനിന്റെ കൊട്ടാരത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത പ്രിയപ്പെട്ട മകന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗത്തിന്റെ അനുഭൂതിയുടെ കവാടങ്ങളാ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഉവൈസ് അൽഹംദുലില്ലാ 10 സ്ക്വയർ ഫീറ്റ് കുലൂ തക്ബീർ. അല്ലാഹുവേ 10 സ്ക്വയർ ഫീറ്റിന്റെ ധാരാളം സഹോദരങ്ങൾ പറഞ്ഞു. 15,000 രൂപ ഉവൈസ് കൂടി പറഞ്ഞു സ്വീകരിക്കണേ അല്ലാ. ആ ഉവൈസ് എന്ന സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലോ, ആ സഹോദരന് ആഫിയത്ത് കൊടുക്കണേ അല്ലോ, ആ സഹോദരന് നാഥാ 2 ലോകത്ത് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണേ അല്ലാ. വേഗം കൊണ്ടുവരി. അൽഹംദുലില്ലാ. സുഹറ എന്ന സഹോദരി അൽഹംദുലില്ലാ നേരത്തെ എഴുതിയ സ്ലിപ്പൊക്കെ 1 സ്ക്വയർ ഫീറ്റും 2 സ്ക്വയർ ഫീറ്റും 5 സ്ക്വയർ ഫീറ്റൊക്കെ വെച്ചായി എഴുതി നിങ്ങൾ തിരിച്ചേൽപ്പിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്താണ്. സഹോദരിമാരെ ഭാഗത്തിൽ നിന്ന് ആദ്യമായി സ്വർണ്ണാഭരണം വന്നിരിക്കുന്നു. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ ഒരു ജോഡി സ്വർണ്ണക്കമ്മൽ കൊണ്ടുവന്നിരിക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലാ. ഒരു പ്രിയപ്പെട്ട സഹോദരി മനോഹരമായ ഒരു ജോഡി സ്വർണ്ണക്കമ്മൽ. ഉസ്താദേ നാളെ ഖുർആനിന്റെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പരലോകത്ത് പ്രഭയുള്ള മുഖവുമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പെണ്ണാകാനുള്ള കൊതി കൊണ്ട് ശരീരത്തിൽ ദുനിയാവിന്റെ പ്രകാശമൽപ്പം മറന്നിട്ട് സന്തോഷത്തോടെ നരകത്തെ പേടിച്ച് എടുത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവേ ആ സഹോദരിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു ജോഡി സ്വർണ്ണക്കമ്മൽ ഇതിനു വേണ്ടി കൊടുത്ത പൊന്നാര പെങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. ആ പെങ്ങൾക്ക് അല്ലാഹുവേ എല്ലാ വിഷമങ്ങളും എല്ലാ നൊമ്പരങ്ങളും എല്ലാ സങ്കടങ്ങളും ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാ. സഹോദരിമാരാരെങ്കിലും സ്വർണ്ണാഭരണം തരികയാണെങ്കിൽ അവരെ ശരീരത്തിന്റെ ഉള്ളിലുള്ള രോഗാണുക്കളെ, ക്യാൻസറിന്റെ അംശങ്ങളുണ്ടെങ്കിൽ അതിനെപ്പോലും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. പടച്ചവനെ മനോഹരമായ ഒരു സ്വർണ്ണ ചൈനാണ് ഒരു പ്രിയപ്പെട്ട സഹോദരി കൊടുത്തയച്ചത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. നല്ല ഭാരമുള്ള നല്ല കനമുള്ള ഒരു സ്വർണ്ണ ചെയിൻ കൊടുത്തയച്ചു ശംസുൽ ഉലമയുടെ പേരിലുള്ള സ്ഥാപനത്തിന് വേണ്ടി. അല്ലാ നീ സ്വീകരിക്ക റബ്ബേ.
ആ പ്രിയപ്പെട്ട സഹോദരിക്ക് രണ്ട് ലോകത്തും പ്രകാശത്തിന് ഇതൊരു കാരണമാക്കണയല്ലോ. ഈ സരസിൽ വന്നിരുന്നിട്ട് തന്റെ ശരീരത്തിണിഞ്ഞ സ്വർണ്ണാഭരണം ഇതിനു വേണ്ടി കൊടുക്കാനുള്ള മനസ്സ് കൊടുത്തൊരു നീയാണ്. അതുകൊണ്ട് അല്ലാഹുവേ ആ പൊന്നാരപ്പെങ്ങൾക്ക് ഖബർ വിശാലമാക്കി കൊടുക്കണയല്ലോ, പരലോകത്ത് നേട്ടം കൊടുക്കണയല്ലോ, പരലോകത്ത് വിജയം കൊടുക്കണയല്ലോ. 10 സ്ക്വയർ ഫീറ്റ്. നാളെ ഇൻഷാ അല്ലാഹ് ഷൊർണൂരാണ് വഅദ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സത്യവിശ്വാസിയുടെ മാതാവ് എന്ന വിഷയമാണ്. ആ സദസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കും, പ്രത്യേകിച്ച് ഈ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി മാനുപ്പ ഹാജി കളക്കുന്നത്ത് അൽഹംദുലില്ലാ 10 സ്ക്വയർ ഫീറ്റ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താഴത്തേതിൽ അബ്ദുള്ള സാഹിബ് 5 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ, ഇത് ഖബൂൽ ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധ ഖൈറും ബറക്കത്തും അവർക്ക് കൊടുക്കണം റഹ്മാനെ. മുഹമ്മദ് മുസ്തഫ എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഒരു ദിവസത്തെ ഈ പണി നടക്കുമ്പോൾ ഒരു ദിവസത്തെ JCBയുടെ വർക്ക് അദ്ദേഹം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ ഇതൊരു ഒത്തൊരുമയുടെ ഒരു പൊരുത്തത്തിന്റെ സഹകരണമാണ്, സഹായമാണ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ വെച്ച് മരക്കാറൂര് പോയിട്ടുണ്ടാവുന്ന എല്ലാ ഉസ്താദിൻ്റെ ഇവിടെ അങ്ങോട്ട് സ്റ്റേജിലേക്ക് നോക്കി വാള് പറഞ്ഞ ഒരു ശീലം എനിക്കില്ല. ഇങ്ങനെ നോക്കിയിട്ട് കബീർ ഉസ്താദ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെയല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. എനിക്ക് അങ്ങനെ വാള് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് പിന്നീട് നോക്കൂല. സാധാരണ അൻവരി അറബി കോളേജിൽ മാത്രമേ അങ്ങനെ അവസാനം വരെ ഇരിക്കലുള്ളൂ. എന്നാലും അൽഹംദുലില്ലാഹ് ഇത്രയും സമയം ഈ സ്ഥാപനത്തിനോടുള്ള സമസ്തയോടുള്ള സുന്നത്തെ ജമാഅത്തിനുള്ള മഹബത്ത് കൊണ്ട് സേജിരുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സമസ്തയുടെ ക്ലാസ് റൂമിലൂടെ ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ട് ജിദ്ദയിൽ നിന്ന് അബ്ദുൾ റഷീദ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ 10 സ്ക്വയർ ഫീറ്റിന്റെ 15,000 രൂപ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണം റഹ്മാനേ. മനോഹരമായ സന്തോഷമുള്ള രംഗമാണതെല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തിനു വേണ്ടിയാണ്. അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാഹ്. സഹോദരിമാരുടെ അടുത്ത് കൊടുത്തിരിക്കുന്ന സ്ലിപ്പൊക്കെ പൂരിപ്പിച്ചു കൊടുത്ത് സ്വർണമെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ ഗൾഫിൽ നിന്ന് ജിദ്ദയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഈ സംഭാവന സ്വീകരിക്കണേ അല്ലാഹ്. ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു ആ പ്രിയപ്പെട്ട സഹോദരനെ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. മജീദ് എന്ന സഹോദരൻ 2 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാഹ്. ആരാണ്? സാബിത്ത് മയ്യത്തുങ്കര. ആ പ്രിയപ്പെട്ട സഹോദരൻ ആ സ്ക്വയർ ഫീറ്റ്. ബഹുമാനപ്പെട്ട അലി ഫൈസി 5 സ്ക്വയർ ഫീറ്റ്. CP അലി ഫൈസി എളപ്പംകോട്ട്, അദ്ദേഹം 5 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, പൂർണ്ണമായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പേര് പറയേണ്ട 3000 രൂപ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി. ഭാര്യയുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശിഫ കിട്ടാൻ വേണ്ടി 5 ചാക്ക് സിമന്റ് അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടിയിട്ട് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. കുട്ടിയാലി എന്ന പ്രിയപ്പെട്ട സഹോദരൻ 10,000 രൂപ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അതുപോലെ മുഹമ്മദ് മുസ്തഫ എന്ന മറ്റൊരു സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാഹ്. VM സുഹറ എന്ന സഹോദരി സുഹറ പാറയിൽ 1 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് മതി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടി പറയണം. അല്പം കൂടി പറഞ്ഞില്ലെങ്കിൽ വഅദ് കുറഞ്ഞു പോയി എന്നൊരു പരാതി വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ഇല്ല. ബാക്കിയുള്ള ഭാഗത്തേക്ക് ഞാൻ വേഗം വരികയാണ്. അത് കഴിഞ്ഞ ഉടൻ ഒരുപാട് വൈകാതെ, പരീക്ഷയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇവിടുത്തെ ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് വേഗം തന്നെ അവസാനിപ്പിക്കാം. അകലങ്ങളിൽ നിൽക്കുന്ന സഹോദരങ്ങൾ സമാപന ദുആക്ക് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ, റോഡ് സൈഡാണ്, നമുക്ക് വേഗം തന്നെ പോവാം. ഒരുപാടൊന്നും നമുക്ക് പിന്നെ ഇടവഴികളിലൂടെ സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിശാലമായ സൗകര്യമാണ്. സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും വിശാലമായൊരു സ്ഥലവും ഒരു ഗ്രൗണ്ടും ഈ വലിയ പരിപാടിക്ക് ഇവിടെ കിട്ടിയത് തന്നെ അൽഹംദുലില്ലാഹ് മഹാത്ഭുതമാണ്. അള്ളാഹു അതിൻ്റെ സൗകര്യം ഒരുക്കി കൊടുത്ത മുഴുവൻ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ദുആക്ക് വേണ്ടി ഒന്ന് അകത്തേക്ക് കടന്നിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവസാനം പറയാനുള്ള 1-2 പ്രധാന കാര്യങ്ങൾ കൂടി പറഞ്ഞ് നല്ല സദസ്സാണ്. നമുക്ക് അല്ലാഹുമ്മ ജർനീ മിനന്നാറെന്ന് പറഞ്ഞ് ദ്വാരക്കുമ്പോൾ ഒരുപക്ഷേ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അല്ലേ
നമുക്ക് ഒരു ചാൻസ് കിട്ടി അതിനെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ ഹദീസ്. അതുകൊണ്ട് തന്നെ അതൊരു ചാൻസായി കണക്കാക്കി ഒരുപാട് അലിമീങ്ങളും മുത്തലിമീങ്ങളുമുള്ള ഈ സദസ്സിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കരഞ്ഞു ദ്വാരക്കുന്ന ഒരു അവസാനം കിട്ടുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് നമുക്കൊരു ചാൻസാണ്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. 3 സ്ക്വയർ ഫീറ്റ് കീഴ്പ്പടപ്പള്ളിയായിൽ തെർക്കട്ടീരിയിലുള്ള ഇബ്രാഹിം എന്ന സഹോദരൻ ഷമീർ മുണ്ടയിൽ ദുആ ചെയ്യാൻ MFPയിലൂടെ ലൈവായി പ്രോഗ്രാം കണ്ടുകൊണ്ട് 3000 രൂപ, മകളുടെ കല്യാണം നടക്കാനും അനിയന് വേണ്ടി ദുആരക്കാൻ അനിയൻ ഈ സദസ്സിലുണ്ട്, അവർക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് അറിയിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ MFIP ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. 2000 രൂപ. ആസിയ സീനത്ത് എന്ന പ്രിയപ്പെട്ട സഹോദരി 10 സ്ക്വയർ ഫീറ്റിൻ്റെ 15000 രൂപ. കുലു തക്ബീർ. അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരി അനുഗ്രഹിക്കട്ടെ. ലൈവായി നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ട് അൻവരിയിൽ മകൻ ഹിഫ്ദിന് പഠിക്കുന്നുണ്ട് സറീന സലാം എന്ന പ്രിയപ്പെട്ട സഹോദര കുടുംബം അൽഹംദുലില്ലാ 10000 രൂപ. അൻവരിയിൽ ഹിഫ്ദിന് പഠിക്കുന്ന കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ്. 10000 രൂപ ഇവിടുത്തെ സ്ഥാപനത്തിന് വേണ്ടി. കുലു തക്ബീർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, റഹ്മാനെ നീ ഖൈർ കൊടുക്കണേ, അല്ലാഹ് നീ ബറക്കത്ത് കൊടുക്കണേ, തമ്പുരാനെ രോഗശമനത്തിന് വേണ്ടി. അതുപോലെ മറ്റൊരു സദഖ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ എന്ന സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ് മതി ബാക്കി നമുക്ക് ഒരുമിച്ച് വായിക്കും. കുഞ്ഞാലൻ എന്ന സഹോദരൻ, അതുപോലെ ഫാരിസ് എന്ന സഹോദരൻ, ബിസ്മി എന്ന സഹോദരി 1500 രൂപ. അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഞാൻ വളരെ വേഗം ഒന്ന് കടന്നു വന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. എല്ലാവരും ഒരു 3 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവിടെ ഇരുന്നോളെ. അല്ലാഹുവേ നമ്മുടെ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് ഖൈറ് തരണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ. ആ പുറകിലിരിക്കുന്നവർ ഒന്നുകൂടി മുമ്പിലോട്ടിരുന്നോളി, നമ്മൾ ഇനിയാണ് ഉഷാറാവേണ്ടത്, അവസാനമാണ് ഭംഗിയാകേണ്ടത്. അതുകൊണ്ട് ക്ഷീണം മറന്ന് അലസത മറന്ന് ഒന്നുകൂടി ഉഷാറായിട്ടിരുന്നോളി. നമുക്ക് ഈ കാര്യം ഒന്ന് ഭംഗിയാക്കി ദ്വാരക്കണം. ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് ഇരുന്നോളി. ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുമ്പിലിട്ടിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോണില്ല. അള്ളാഹു കൂടുതൽ തരികയുള്ളൂ, അള്ളാഹു ഖൈറ് തരികയുള്ളൂ, അള്ളാഹു ബറക്കത്ത് തരികയുള്ളൂ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മൾ എന്തായാലും ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി ഇവിടെ വന്നിരുന്നല്ലോ. ഇതിനൊരു നേട്ടം വേണം, ഇതിനൊരു ബറക്കത്ത് വേണം. അതുകൊണ്ട് പുറകിന്ന് ദയവ് ചെയ്ത് എൻ്റെ സഹോദരങ്ങൾ പുറകിന്ന് മുമ്പിലേക്ക് കടന്നിരുന്നോളി. ആ നിൽക്കുന്നവർ കടന്നു വന്നിരുന്നോളി. അല്ലാഹുവേ ഈ സദസ്സിന്റെ അദബ് പാലിച്ചുകൊണ്ട് കടന്നിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ നടത്തി കൊടുക്കണം തമ്പുരാനെ, അവരെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണം അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അതാ ചായ കുടിക്കാനൊക്കെ പോയിട്ട് വേഗം മടങ്ങി വന്ന് ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങൾ നാദാ, ഇന്ന് ഈ സദസ്സ് പിരിയുമ്പോ കുറെ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സദസ്സാക്കി ഇതിനെ നീ മാറ്റണേ അല്ലാ, ഇതിനെ നീ മാറ്റണേ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്തിനാണ് പേടിക്കേണ്ടത്? മുത്തറസൂലിന്റെ മയ്യത്തിലേക്ക് ആരാണ് വെള്ളമൊഴുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് വിരൽ ചൂണ്ടിയിട്ട് കാണിച്ചു കൊടുത്തു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണ്, അലിയതിന്റെ കവാടമാണെന്ന് പറഞ്ഞ പെരുമ്പരായൊന്നും ഇസ്ലാമിൽ വമ്പുറ്റോരാരംഭമേറുന്ന ധീരരേ, അമ്പിയ രാജാവിൻ്റെ ഇമ്പക്കനീമകൾ ഫാത്തിമക്കിണയായൊരു